നമസ്കാരം. എല്ലാവരെയും ഞാൻ മിൽസ്ബർഗിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഡസൻ റൈസും റൂത്ത് ഹാർമണും ഏകദേശം സന്ധ്യ ആകാറായപ്പോഴാണ് മിൽസ്ബർഗിൽ എത്തുന്നത്. മിൽസ്ബർഗിലെ പ്രധാന ടൗണിലേക്ക് കടക്കുന്നതിന് പകരം റൂത്ത് ഡസനെ കൊണ്ടുവന്ന് എത്തിച്ചത് ടൗണിനോട് ചേർന്നുള്ള ഒരു പ്രദേശത്താണ്. ഗ്രാമമെന്നോ നഗരമെന്നോ വേർതിരിച്ച് അറിയാൻ കഴിയാത്ത ശൈലിയിലുള്ള ഒരു പ്രദേശം. അവിടെ 2 നിലയുള്ള ഒരു ചെറിയ വീട്. ആ വീടിന് മുന്നിലേക്കാണ് റൂത്ത് ഡസനുമായി എത്തിയത്. ആ വീട് കണ്ടപ്പോൾ ഡസൻ റൂത്തിനോട് ചോദിച്ചു, റൂത്ത്, എന്താ ഇവിടെ? ഡസൻ ഇനി ഇവിടെയാണ് താമസിക്കുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് റൂത്ത് കാറിൽ നിന്നിറങ്ങി, കൂടെ ഡസനും. അവരുടെ കാർ വന്നു നിന്ന ശബ്ദം കേട്ട് അകത്തുനിന്ന് ലേശ പ്രായമുള്ള ഒരു മനുഷ്യൻ പുറത്തേക്ക് ഓടി വന്നു. അയാളെ കണ്ടതും റൂത്ത് അയാളോട് പറഞ്ഞു, അങ്കിൾ റോബിൻസൺ, ഇതാണ് ഡസൻ റൈസ്. ഇനി ഡസൻ 2 ദിവസം ഇവിടെ ഉണ്ടാവും. ഹലോ മിസ്റ്റർ ഡസൻ റൈസ്, ഞാൻ എഡ്മണ്ട് റോബിൻസൺ, ഹാർമൺ കുടുംബത്തിന്റെ ഒരു ആശ്രിതനാണ്. വളരെ എളിമയോടുകൂടിയാണ് റോബിൻസൺ അക്കാര്യം ഡസനോട് പറഞ്ഞത്. ഡസൻ റോബിൻസൺ സംസാരിക്കുന്നത് ശ്രദ്ധിക്കുന്നതോടൊപ്പം ആ വീടും പരിസരമൊക്കെ ഒന്ന് നോക്കിക്കാണുകയാണ്. ആ വീടും പരിസരമൊക്കെ ഒന്ന് നോക്കിയിട്ട് ഡസൻ റൂത്തിനോട് ചോദിച്ചു, റൂത്ത്, ഞാൻ എപ്പോഴാ നടാഷയെ കാണുക? മിസ്റ്റർ റൈസ്, ഞാൻ പറഞ്ഞല്ലോ, അതിന് അല്പം കൂടി സമയം വേണം. ഞാൻ എന്തായാലും ഡസൻ ഇവിടെ എത്തിയ കാര്യം ചേച്ചി അറിയിക്കാം. ചേച്ചി തീരുമാനിക്കട്ടെ എപ്പോൾ കാണണമെന്ന്. അത്രയും പറഞ്ഞിട്ട് റൂത്ത് റോബിൻസനെ നേരെ നോക്കി റോബിൻസനോടായി പറഞ്ഞു, അങ്കിൾ, ഇത് ഞങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ്. അങ്കിൾ കാര്യമായിട്ടൊന്ന് നോക്കിക്കൊള്ളണേ. മിസ്റ്റർ റൈസിന് ഒരു വിധത്തിലെ ബുദ്ധിമുട്ടും ഇവിടെ ഉണ്ടായിരുന്നു. മിസ് ഹാർമൺ, അക്കാര്യം എന്നോട് പറയണമോ? എനിക്കറിയരുത് കാര്യങ്ങൾ. റോബിൻസൺ എന്ന ആ ആശ്രിതൻ വളരെ ബഹുമാനപൂർവ്വവും അതേസമയം സ്നേഹത്തോടു കൂടിയാണ് റൂത്തിനോട് സംസാരിക്കുന്നത്. റൂത്ത് പോയി കഴിഞ്ഞപ്പോൾ റോബിൻസണും ഡസനും വീടിനകത്തേക്ക് കടന്നു. വീടിനകത്തേക്ക് കടക്കുന്ന സമയത്ത് തന്നെ റോബിൻസൺ ഡസനോട് പറഞ്ഞു, ഡസൻ, ഞാനൊരു ചായ എടുക്കാമേ. അങ്ങനെ പറഞ്ഞിട്ട് റോബിൻസൺ കിച്ചന്റെ ഭാഗത്തേക്ക് നടന്നപ്പോൾ ഡസൻ അവിടെയുള്ള ആ ഹാളും മുറികളൊക്കെ നോക്കിയാണ്. വിശാലമായൊരു ഹാളിലാണ് ഇപ്പോൾ ഡസൻ നിൽക്കുന്നത്. ഡസന്റെ കണ്ണുകൾ ഹാളിൽ കാണുന്ന ചിത്രങ്ങളിലൂടെ അങ്ങനെ കടന്നു പോകുമ്പോഴാണ് പെട്ടെന്ന് വാതിൽക്കൽ നിന്ന് ഒരു ശബ്ദം കേട്ടത്. ആരാ നിങ്ങൾ ആരാ അതിനകത്തോട്ട് കയറ്റിയത്? വളരെ കടുപ്പത്തിൽ സംസാരിച്ച ഒരു പെൺകുട്ടിയുടെ ശബ്ദമാണ് ഡസൻ അവിടെ കേട്ടത്. ശബ്ദം കേട്ട് ഡസൻ അങ്ങോട്ട് നോക്കുമ്പോൾ ഏകദേശം ഒരു 18-19 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി ആ വാതിൽക്കൽ തന്നെ നിൽക്കുകയാണ്. ഡസൻ ആ പെൺകുട്ടിയെ നോക്കുന്ന കണ്ടതും ആ പെൺകുട്ടി അകത്തേക്ക് വന്നു. അവൾ ഉറക്കെ ഡസനോട് ചോദിച്ചു, നിങ്ങളോടല്ലേ ഞാൻ ചോദിച്ചത്, നിങ്ങളെ ആരാ ഇതിനകത്തേക്ക് കയറ്റിയത്? ഡസൻ അതിന് മറുപടി പറയാനായിട്ട് വാ തുറക്കുമ്പോഴേക്കും റോബിൻസൺ വേഗം ഓടി അങ്ങോട്ട് വന്നു. മോളെ, ഇത് ഡസൻ റൈസ് ആണ്, ഹാർമൺ കുടുംബത്തിന്റെ അതിഥിയാണ്. ഇദ്ദേഹം കുറച്ചു ദിവസം നമ്മളോട് കാണും. എഡ്മണ്ട് റോബിൻസന്റെ ആ വാചകങ്ങൾ കേട്ടപ്പോൾ ആ പെൺകുട്ടിക്ക് അത്ര കണ്ട് ഇഷ്ടമായില്ലെന്ന് അവളുടെ മുഖം വിളിച്ചു പറയുന്നുണ്ട്. അവളുടെ മുഖത്തേക്ക് ഒന്ന് നോക്കിയിട്ട് റോബിൻസൺ ഡസനോട് പറഞ്ഞു, മിസ്റ്റർ ഡസൻ റൈസ്, ഇത് അബിഗൽ, എന്റെ മകളാണ്. ഹലോ അബിഗൽ. ഡസൻ അബിഗലിനെ പരിചയപ്പെടാൻ ഒരു ശ്രമം നടത്തിയപ്പോൾ അബിഗൽ ഡസനെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് റോബിൻസണോടായി പറഞ്ഞു, അച്ഛാ, എനിക്ക് കുറച്ച് കാശ് വേണം. മോളെ, നിനക്കെന്താ കാശ്? അച്ഛാ, ഞാൻ കരാക്ക ബാറിലേക്ക് പോവുകയാണ്. അവിടെ പാട്ട് പാടാനും കുട്ടികളൊത്ത് ഭക്ഷണം കഴിക്കാനും എനിക്ക് കുറച്ച് കാശ് വേണം. മോളെ, നീ ഇങ്ങനെ കാശ് ചിലവാക്കാൻ തുടങ്ങിയാൽ നമ്മൾ എന്ത് ചെയ്യും? അച്ഛനെ കാശ് തരാൻ പറ്റുമെങ്കിൽ പറയണം, പറ്റൂലെങ്കിൽ മിണ്ടാതിരിക്കണം. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൾ വേഗം മുറിന്ന് പുറത്തേക്ക് ഇറങ്ങിയാണ്. അത് കണ്ടതും റോബിൻസൺ ഓടി വാതിൽക്കലെത്തി അവളോട് ചോദിച്ചു, മോളെ, നീ എങ്ങോട്ട് പോകുന്നു? അച്ഛൻ, ഞാൻ പറഞ്ഞല്ലേ, ഞാൻ ബാറിലേക്ക് പോകുന്നു. കരോക്കെ ബാറിൽ പോയി പാട്ട് പാടുക എന്നുള്ളത് അവളുടെ ഒരു ഇഷ്ട വിനോദമാണ്. തടസ്സപ്പെടുത്തിയാലും അവൾ പോകുമെന്ന് അറിയാവുന്നുള്ളത് കൊണ്ട് റോബിൻസൺ പിന്നെ ഒന്നും പറഞ്ഞില്ല. അബിഗൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി റോഡിലേക്ക് നടക്കുന്നത് അല്പനേരം നോക്കി നിന്നതിന് ശേഷം അയാൾ പെട്ടെന്ന് എന്തോ ഓർമ്മിച്ചതുപോലെ ഡസനോട് പറഞ്ഞു, അയ്യോ ഡസൻ, ഞാൻ ഭക്ഷണം ഉണ്ടാക്കിയില്ല, ഞാൻ വേഗം ഭക്ഷണം ഉണ്ടാക്കാമേ. അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ വേഗം കിച്ചണിലേക്ക് ഓടുകയാണ്. അബിഗൽ റോബിൻസന്റെ പെരുമാറ്റവും അവളുടെ അച്ഛൻ എഡ്മണ്ട് റോബിൻസന്റെ പെരുമാറ്റവും ഒക്കെ ശ്രദ്ധാപൂർവം നിരീക്ഷിച്ച ഡസൻ അറിയാതെ ഒന്ന് പുഞ്ചിരിച്ചു പോവുകയാണ്. പെൺകുട്ടികൾ അച്ഛന്മാരോട് തട്ടിക്കയറുന്നത് ഡസൻ ആദ്യമായിട്ടൊന്നുമല്ല കാണുന്നത്. കൗതുകപൂർവ്വം ഡസൻ ആ വീടും പരിസരവും ഒക്കെ ഒന്ന് വീഴ്ച നടക്കുമ്പോൾ റോബിൻസൺ അകത്ത് ഡസന് ആവശ്യമായ ഭക്ഷണം പ്രിപ്പയർ ചെയ്ത് തുടങ്ങി.
ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എഡ്മണ്ട് റോബിൻസൺ ഡസ്റ്റിനെ വിളിച്ചു. മിസ്റ്റർ ഡസ്റ്റിൻ, ഭക്ഷണം ആയിട്ടുണ്ട് കേട്ടോ. ഡസ്റ്റിൻ അവിടെ ഡൈനിങ് ഹാളിലേക്ക് ചെല്ലുമ്പോൾ മേശപ്പുറത്ത് ഭക്ഷണ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഡസ്റ്റിന് ഭക്ഷണം സെർവ് ചെയ്യുന്നതിനിടയിൽ റോബിൻസൺ ഡസ്റ്റിനോട് പറഞ്ഞു, ഭക്ഷണം കൊള്ളാമോ? ഹേയ്, നല്ല ഭക്ഷണം, നന്നായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ചെടുത്ത് മാറ്റി വയ്ക്കാം, അബിഗലിനൂടെ കൊടുക്കാമല്ലോ. ഞാൻ കുറച്ച് എടുത്തോട്ടെ ഡസ്റ്റിൻ. റോബിൻസൺ അവിടെ ഉണ്ടാക്കിയ ഭക്ഷണം പൂർണ്ണമായും ഡസ്റ്റിന് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് കൂടിയാണ് അയാൾ ഡസ്റ്റിനോട് ആ ചോദ്യം ചോദിച്ചത്, അതിൽ നിന്ന് കുറച്ച് ഭക്ഷണം എടുത്തോട്ടേ എന്ന്. അയാളുടെ ആ ചോദ്യം ഡസ്റ്റിനെ തെല്ലെന്നുമല്ല അമ്പരപ്പിച്ചത്. ശരിക്കും അസാധാരണ വ്യക്തിത്വമുള്ള ഒരു സാധാരണ മനുഷ്യൻ, അങ്ങനെ ഒരു ഇമേജാണ് ഡസ്റ്റിന് റോബിൻസനെ കുറിച്ച് അപ്പോൾ ഉണ്ടായത്. ഡസ്റ്റിൻ ചിരിച്ചുകൊണ്ട് റോബിൻസനോട് പറഞ്ഞു, ഹേയ് മിസ്റ്റർ റോബിൻസൺ, നിങ്ങൾ എന്തായി പറയുന്നത്? നിങ്ങളുടെ വീട്, നിങ്ങൾ ഉണ്ടാക്കിയ ഭക്ഷണം, ഇതിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണം എടുക്കുന്നതിൽ എന്നോട് എന്തിനാ ചോദിക്കുന്നത്? ചിരിച്ചുകൊണ്ട് ഡസ്റ്റിൻ അങ്ങനെ പറഞ്ഞപ്പോൾ റോബിൻസനും ഒത്തിരി സന്തോഷമായി. റോബിൻസൺ ഒരു പാത്രത്തിലേക്ക് വളരെ ശ്രദ്ധാപൂർവം അയാൾ അന്ന് ഉണ്ടാക്കിയ ഭക്ഷണമൊക്കെ എടുത്തു വെക്കുകയാണ്. അയാളുടെ മകൾ അബിഗൽ ചിലപ്പോൾ ഭക്ഷണം കഴിക്കാതെ വരാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് അയാൾ ഭക്ഷണം അബിഗലിന് വേണ്ടി കരുതുന്നത്. അയാൾ ഭക്ഷണമൊക്കെ എടുത്ത് വെച്ച് തീരാറായതും ഒരാൾ ഓടി അകത്തേക്ക് വന്നു. മിസ്റ്റർ റോബിൻസൺ, അങ്ങനെ ഉറക്കെ വിളിച്ചുകൊണ്ടാണ് അയാൾ അകത്തേക്ക് വന്നത്. ഏയ്, എന്തു പറ്റി? മിസ്റ്റർ റോബിൻസൺ, ഒരു പ്രശ്നം ഉണ്ടായിരിക്കുകയാണ്. എന്തു പ്രശ്നം? ഏയ്, നിങ്ങളുടെ മകൾ അബിഗല് അവിടെ കരോക്കെ ബാറിൽ ആരുമായിട്ട് ഉടക്കുണ്ടാക്കിയെന്ന് ഞാൻ അറിഞ്ഞത്. അവിടുത്തെ തല്ലുണ്ടായി. അബിഗലിനെയും അവളുടെ കൂട്ടുകാരികളെയും ആരൊക്കെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. തന്റെ മകളെയും അവളുടെ കൂട്ടുകാരികളെയും കരോക്കെ ബാറിൽ ആരോ തടഞ്ഞു വെച്ചിരിക്കുന്നു എന്ന് കേട്ടപ്പോ റോബിൻസൺ ഒരു നിമിഷം ശരിക്കും അമ്പരന്ന് പോവുകയാണ്. അയാൾ പെട്ടെന്ന് വാതിൽക്കലേക്ക് ഓടി. വാതിൽ വരെ ഓടി എത്തിയപ്പോഴാണ് അകത്ത് ഒരു അതിഥി ഉണ്ടെന്നുള്ള കാര്യം അയാൾക്ക് ഓർമ്മ വരുന്നത്. അയാൾ തിരിഞ്ഞ് ഡസ്റ്റിനോട് പറഞ്ഞു, മിസ്റ്റർ ഡസ്റ്റിൻ, ക്ഷമിക്കണം, എന്റെ മോള് ലേശം പ്രസിദ്ധപ്പെട്ടിരിക്കുകയാണ്, ഞാൻ അതിലൊന്ന് പോയിട്ട് വരാം. ഹേയ് റോബിൻസൺ, ഞാൻ കൂടെ വരാം. ഡസ്റ്റിൻ ഒറ്റയ്ക്ക് അവിടെ ഇരുന്നുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ഡസ്റ്റിൻ കൂടി കൂടെ ചെല്ലാമെന്ന് റോബിൻസണോട് പറയുകയായിരുന്നു. ഡസ്റ്റിൻ പറഞ്ഞത് കേട്ടതും റോബിൻസണോട് കാര്യം പറയാൻ വന്ന ആള്, അതെ അതെ, കൂടുതൽ ആളുകൾ ഉള്ളതാ ഇപ്പോ നല്ലത്. കരാക്കെ ബാറിൽ അബിഗലിനെ പിടിച്ചു വെച്ചിരിക്കുന്ന ആളുകളുടെ അടുത്ത് ചെന്ന് അവളെ മോചിപ്പിക്കണമെങ്കിൽ കൂടുതൽ ആളുകളുടെ സപ്പോർട്ടുള്ളത് നല്ലതാണെന്ന് ആ ആള് പറഞ്ഞപ്പോ റോബിൻസൺ ഡസ്റ്റിനെ കൂടെ കൂട്ടി. അവർ രണ്ടുപേരും നഗരത്തിനകത്തുള്ള ഒരു കരോക്കെ ബാറിൽ എത്തുമ്പോൾ സംഭവം രസമാണ്. കരോക്കെ ബാറിലെ ഒരു പ്രൈവറ്റ് മുറിയുടെ പുറത്ത് കുറച്ച് ചെറുപ്പക്കാർ നിൽക്കുകയാണ്. ആ ചെറുപ്പക്കാരിൽ ഒരാൾ സ്യൂട്ടും കോട്ടും ഒക്കെ ധരിച്ച വ്യക്തിയാണ്. അയാൾ ആ കരോക്കെ ബാറിന്റെ വാതിൽ തട്ടുന്നുണ്ട്. അബിഗൽ, നീ വാതിൽ തുറക്കുന്നോ അതോ ഞാൻ വാതിൽ പൊളിച്ച് അകത്ത് വരണോ? അയാൾ ഉറക്കെ അങ്ങനെ ചോദിക്കുമ്പോ അകത്ത് നിന്ന് അബിഗലിന്റെ മറുപടിയും കേൾക്കാം. നീ അകത്തേക്ക് വന്നാൽ നീ വിവരം അറിയും. അബിഗലിന്റെ ഉറക്കെയുള്ള ശബ്ദം ആ ഹാളിലേക്ക് കടക്കുമ്പോൾ തന്നെ റോബിൻസൺ കേട്ടു. റോബിൻസണും ഡസ്റ്റിനും ഹാള് കുറുകെ കടന്ന് ആ VIP മുറിയുടെ അടുത്തെത്തുമ്പോൾ പുറത്ത് നിൽക്കുന്ന ആ കോട്ടും സ്യൂട്ടും ധരിച്ച വ്യക്തിയും അയാൾക്കൊപ്പമുള്ള ആളുകളും വാതിൽ പൊളിച്ച് അകത്ത് കിടക്കാനുള്ള ശ്രമത്തിലാണ്. അത് കണ്ടതും റോബിൻസൺ അയാളോട് പറഞ്ഞു, ഞാനൊന്ന് സംസാരിക്കട്ടെ, ഞാൻ അബിഗലിന്റെ അച്ഛനാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ വാതിൽ മുട്ടിയിട്ട് അകത്തുള്ള അബിഗലിനോട് പറഞ്ഞു, മോളെ ഞാനാണ്. റോബിൻസന്റെ ശബ്ദം കേട്ടതും പെട്ടെന്ന് അകത്തുനിന്ന് വാതിൽ തുറന്നു. വാതിൽ തുറന്ന അബിഗലിന്റെ പുറകിലായി കുറച്ച് പെൺപിള്ളേരുണ്ട്. പെൺകുട്ടികൾ മാത്രമേ ആ മുറിക്കകത്തുള്ളൂ. അകത്തേക്ക് കയറിയ റോബിൻസൺ മകളോട് ചോദിച്ചു, മോളെ എന്താ സംഭവം? റോബിൻസന്റെ ആ ചോദ്യത്തിന് ഒരു മറു ചോദ്യമാണ് അബിഗലിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അച്ഛനെന്തിനാ ഇങ്ങോട്ട് വന്നത്? അച്ഛൻ ആരെങ്കിലും ഇങ്ങോട്ട് വിളിച്ചോ? അവൾ ഉണ്ടാക്കിയ പ്രശ്നം പരിഹരിക്കാൻ അവളുടെ അച്ഛൻ വിചാരിച്ചാൽ നടക്കില്ല എന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് റോബിൻസൺ അങ്ങോട്ട് വന്നത് കണ്ടപ്പോൾ അവള് തട്ടിക്കേറിയത്. മോളെ നീ എന്തായി പറയുന്നേ? അങ്ങനെ റോബിൻസൺ ചോദിച്ചപ്പോ അവൾ റോബിൻസണോട് പറഞ്ഞു, അച്ഛാ ഞാൻ ആളുകളെ വിളിച്ചിട്ടുണ്ട്, അവരിപ്പോ വരും. അത് കേട്ടുകൊണ്ടാണ് ആ കോട്ടും സ്യൂട്ടും ധരിച്ച വ്യക്തിയും അയാൾക്കൊപ്പമുള്ള 4-5 ആളുകളും അകത്തേക്ക് കടന്നത്. അബിഗൽ, നീ ആരെ വിളിച്ചിട്ടും കാര്യമില്ല. ആ കോട്ടും സ്യൂട്ടും ധരിച്ച മനുഷ്യൻ അങ്ങനെ പറഞ്ഞതും റോബിൻസൺ അയാളോട് ചോദിച്ചു, ഹലോ സാർ, എന്താ പ്രശ്നം?
ഞാൻ ഇവളുടെ അച്ഛനാണ്, നിങ്ങൾ അബീഗലിന്റെ അച്ഛനാണെന്ന് അറിഞ്ഞതിൽ സന്തോഷം. ഞാൻ കാര്യം പറയാം. നിങ്ങളുടെ മകള് എന്റെ വാച്ച് നശിപ്പിച്ചിരിക്കുകയാണ്. എനിക്ക് ഈ വാച്ചിന് പകരം പുതിയ വാച്ച് വേണം. വളരെ ന്യായമായ ഒരു ആവശ്യമാണ് ആ ചെറുപ്പക്കാരൻ ഉന്നയിക്കുന്നത്. സാർ, ആ വാച്ചിന് എന്ത് വിലയാവും? വാച്ചിന് വലിയ വിലയൊന്നുമില്ല, ഒരു $4 ലക്ഷം അത്രയാവും. ശരിക്കും കസ്റ്റം മെയ്ഡ് എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു അടിപൊളി വാച്ചാണ് അയാളുടെ കയ്യിലുള്ളത്. ആ വാച്ച് അയാൾ കാണിക്കുമ്പോൾ റോബിൻസന് ആ കാര്യം മനസ്സിലാവുകയും ചെയ്തു. ആ വാച്ച് ആകെ തകർന്നിരിക്കുകയാണ്. $4 ലക്ഷം വിലയുള്ള ഒരു വാച്ച് അബിഗൽ തകർത്തിരിക്കുന്നു. $4 ലക്ഷം ഉണ്ടാക്കാൻ റോബിൻസൺ ഒരു ജീവിതകാലം മുഴുവൻ പ്രയത്നിക്കേണ്ടി വരും. അത്രയും ഹ്യൂജ് എമൗണ്ട് ആണ് റോബിൻസനെ സംബന്ധിച്ചിടത്തോളം $4 ലക്ഷം എന്ന് പറഞ്ഞാൽ. ആ കാര്യം അബിഗലിന് അറിയാം. അച്ഛാ, അയാൾ പറയുന്നത് കേൾക്കണ്ട. അയാൾ എന്താ ചെയ്തെന്നറിയാവോ? $4 ലക്ഷം ആ വാച്ച് കേടുവരുത്താൻ അബിഗലിനെ പ്രേരിപ്പിച്ച ഘടകം അതെന്താണെന്ന് അറിയാനുള്ള കൗതുകം സ്വാഭാവികമായിട്ട് റോബിൻസനുണ്ട്. അതിന് ഒരു മറുപടിയായിട്ടാണ് അബിഗൽ ആ ചോദ്യം ഉന്നയിക്കുന്നത്. അറിയാനുള്ള കൗതുകത്തോടെ റോബിൻസൺ അബിഗലിന്റെ മുഖത്ത് നോക്കിയതും അബിഗൽ റോബിൻസണോട് പറഞ്ഞു, അച്ഛാ, ഇവൻ എന്റെ പുറത്ത് കയറി പിടിച്ചു. അപ്പൊ ഞാൻ കൈയും തട്ടിയതാണ്. ആ കൈ കയറി ചുവരിലിടിച്ചു. അങ്ങനെ വാച്ച് പൊളിഞ്ഞത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉത്തരമാണ് അബിഗൽ പറഞ്ഞത്. അബിഗലിന്റെ ബാക്കിൽ അയാൾ കൈ ഒന്ന് അമർത്തിയതാണ്. ഞെട്ടിത്തിരിഞ്ഞ അബിഗൽ അവന്റെ കൈ പിടിച്ച് തൊട്ടു പുറകുള്ള ചുവരിലേക്ക് ആഞ്ഞൊരൊറ്റ ഇടി. ആ ഇടിയിൽ കൈ കെട്ടിരുന്ന വാച്ച് തവിട് പൊടിയായി. അതാണ് സംഭവിച്ചിരിക്കുന്നത്. അബിഗൽ പറഞ്ഞ യാഥാർത്ഥ്യം റോബിൻസൺ കൃത്യമായി ഉൾക്കൊണ്ടെങ്കിലും ആ കോട്ടും സ്യൂട്ടുധാരി അതിനെ മറ്റൊരു ശൈലിയിലാണ് വിശകലനം ചെയ്തത്. കോട്ടും സ്യൂട്ടുധാരി റോബിൻസണോട് പറഞ്ഞു, നിങ്ങളുടെ മോള് എന്നോട് അങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു. എന്റെ കൈ അവിടെ പുറത്ത് തട്ടി എന്നുള്ളത് സത്യമാണ്. അതിപ്പോ കരക്ക് പാറല്ലേ, പാട്ടുപാടുകയും ഡാൻസ് ചെയ്യുകയും ചെയ്യുമ്പോൾ കൈയൊക്കെ കയറി തട്ടും. അത് ഇങ്ങനെയാണ് പെരുമാറേണ്ടത്. കരക്ക് ബാറിൽ ആണും പെണ്ണും ഇടകലർന്ന് ഡാൻസ് കളിക്കുമ്പോൾ പാട്ട് പാടുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ളവരുടെ കൈകൾ നമ്മുടെ പുറത്ത് പതിയാനുള്ള സാധ്യതയുണ്ട്. പുറത്ത് മറ്റുള്ളവരുടെ കൈ വീഴുന്നത് ഇഷ്ടമല്ല എങ്കിൽ ആ ബാറിലേക്ക് വരരുത്. അതാണ് അയാൾ പറഞ്ഞുകൊണ്ട് വരുന്നതിന്റെ അർത്ഥം. അയാൾ പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാക്കിയ അബിഗൽ അയാളോട് പറഞ്ഞു, എടാ, നീ ആ ശൈലിയിലൊന്നും സംസാരിക്കണ്ട. നീ മനഃപൂർവ്വം എന്റെ പുറത്ത് കൈവച്ചതാണ്, വെറുതെ തട്ടിയൊന്നുമല്ല. അബിഗലും ആ ചെറുപ്പക്കാരനും തമ്മിലുള്ള തർക്കം അങ്ങനെ രൂക്ഷമായതും പെട്ടെന്ന് 4-5 ആളുകൾ അകത്തേക്ക് വന്നു. അബിഗൽ വിളിച്ച അവരുടെ സുഹൃത്തുക്കളാണ് അകത്തേക്ക് വന്നത്. വന്നവരുടെ കയ്യിലൊക്കെ ഓരോ ഹോക്കി സ്റ്റിക്ക് ഇരിക്കുകയാണ്. അവർ അടി കൊടുക്കാൻ തയ്യാറായി തന്നെയാണ് വന്നത്. ഹോക്കി സ്റ്റിക്കുമായി അകത്തേക്ക് വന്ന ആ ചെറുപ്പക്കാരെ കണ്ടതും ആ കോട്ടും സ്യൂട്ടുധാരി ഒന്ന് ചിരിച്ചു. കൊള്ളാലോ, നീ എന്താ ആളെ വിളിച്ചു വരുത്തിയിരിക്കുകയാണോ? എന്നെ തന്നാലായിരിക്കും അല്ലേ? അങ്ങനെ പറഞ്ഞിട്ട് കോട്ടും സ്യൂട്ടുധാരി അയാളുടെ കൂടെയുള്ള ആ ചെറുപ്പക്കാരെ നോക്കിയതും അവന്മാര് അബിഗലിന്റെ രക്ഷയ്ക്കായി അകത്തേക്ക് വന്ന ആ ചെറുപ്പക്കാരെ നേരിട്ടു. പിന്നീട് അല്പസമയം നമ്മൾ കാണുന്നത് ഒരു സ്റ്റണ്ടാണ്. അബിഗലിനെ രക്ഷിക്കാനായിട്ട് വന്ന ആ ചെറുപ്പക്കാർ ശരിക്കും ശക്തരാണെന്ന് ഏതാനും സെക്കൻഡുകൾ കൊണ്ട് ആ കോട്ടും സ്യൂട്ടും ധരിച്ച ആ മനുഷ്യ മനസ്സിലായി. അവന്മാർ ഹോക്കി സ്റ്റിക്ക് വെച്ച് കാര്യമായ ഒരു പണി തന്നെ പണിതു. തലങ്ങും വിലങ്ങും അടി കിട്ടിയ കോട്ടും സ്യൂട്ടുധാരിയുടെ സുഹൃത്തുക്കളൊക്കെ താഴെ വീണതും അയാൾ വാതിൽ വഴി ഒറ്റ ഓട്ടം. അയാൾ പുറത്തേക്ക് ഓടുമ്പോൾ അയാൾ പിടിക്കാൻ നമ്മുടെ അബിഗലിന്റെ കൂട്ടുകാർക്ക് പറ്റിയില്ല. അടിയുടെ ഇടയിൽ കൂടി അയാൾ ഓടി രക്ഷപ്പെട്ടതാണ്. പുറത്തേക്ക് ഓടുന്നതിനിടയിൽ അയാൾ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്, ഞാനിപ്പം മടങ്ങി വരും, നിങ്ങൾ ആരും പൊക്കളരുത്. നീ പോയി വേറെ ആളെ കൊണ്ടുവാ എന്ന് തിരിച്ച് അബിഗലിന്റെ കൂട്ടുകാരനായ നീല് മറുപടി പറയുകയും ചെയ്തു. കോട്ടും സ്യൂട്ടും ധരിച്ച ആ വ്യക്തി ഓടിപ്പോകുന്ന കണ്ടതും അബിഗലും അബിഗലിന്റെ കൂടെയുള്ള ആളുകളൊക്കെ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ആ പെൺകുട്ടികൾക്ക് അത് നന്നായി ഇഷ്ടപ്പെട്ടു. അബിഗലിന്റെ കൂട്ടുകാരി ഉറക്കെ പറയുകയും ചെയ്തു, നീല് വന്നത് എന്തായാലും നന്നായി. നീലിനോട് പിടിച്ചു നിൽക്കാൻ അവന്മാർക്ക് പറ്റത്തില്ല. നീ ആള് കൊള്ളാലോ. ആ പെൺകുട്ടികൾ നീലിനെയും നീലിനൊപ്പമുള്ള നീലിന്റെ സുഹൃത്തുക്കളെയും പതുക്കെ പൂഴ്ത്തി തുടങ്ങുകയാണ്. കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികൾ ചെറുപ്പക്കാരായ പയ്യന്മാരെങ്ങനെ വാതോരാതെ പൂഴ്ത്തുമ്പോൾ ചെറുപ്പക്കാർക്ക് സ്വാഭാവികമായിട്ടും അതങ്ങ് സുഖിക്കും. നീലിന്റെ മുഖത്ത് ശരിക്കും സന്തോഷം വരികയാണ്. അഭിമാനം കൊണ്ട് അയാളുടെ മുഖം അങ്ങനെ തിളങ്ങി വരികയാണ്. നീൽ, ഇതൊക്കെ നീ എവിടെയാ പഠിച്ചേ? അബിഗലിന്റെ ചോദ്യം കേട്ടതും നീല് പറഞ്ഞു, ഹേയ് അബിഗൽ,
ഞാനേ ഈ മാർഷൽ ആർട്സ് മേഖലയിൽ ലേശം അറിയപ്പെടുന്ന ആളാണ്. അങ്ങനെ നീല് പറയുമ്പോൾ നീല് പോലും അറിയാതെ നീല് കോളറൊക്കെ ഒന്ന് പൊക്കി വെക്കുന്നുണ്ട്. മാർഷൽ ആർട്സ് ക്ലബ്ബുകൾ മിൽസ്ബർഗിന്റെ പല മേഖലകളിലും ഇഷ്ടംപോലെ ഉണ്ട്. അതിലേതോ ക്ലബിലെ അംഗമാണ് നമ്മുടെ നീല്. നീല് മാത്രമല്ല, നീലിനൊപ്പമുള്ള ആളുകളൊക്കെ അതുപോലെ പ്രാക്ടീസ് ചെയ്യുന്നവരാണ്. ശരിക്കും കോംഫുവും കരാട്ടയും മറ്റ് മാർഷൽ ആർട്സ് ഐറ്റംസ് ഒക്കെ നന്നായി പ്രാക്ടീസ് കൊടുക്കുന്ന അനവധി സ്ഥാപനങ്ങൾ മിൽസ്ബർഗിൽ ഇഷ്ടംപോലെ ഉണ്ട്. അതിലേതോ ഒന്നിലെ അംഗമാണ് നമ്മുടെ നീല് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അബിഗലിനും കൂടെ ഉള്ളവർക്കൊക്കെ ശരിക്കും ഒരു സന്തോഷവും നീലിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അവർക്കൊരു വല്ലാത്ത ഉന്മേഷം ഉണ്ടാവുകയാണ്. നീലിന്റെ മുഖത്ത് ശരിക്കും ഒരു ജേതാവിന്റെ മുഖഭാവമാണ് കാണുന്നത്. ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്ന റോബിൻസൺ അബിഗലിനോട് പറഞ്ഞു, അബിഗൽ നമുക്ക് പോയാലോ? ഇനി അവിടെ നിന്നാൽ പ്രശ്നം വലുതാകുമെന്ന് മനസ്സിലായത് കൊണ്ടാണ് റോബിൻസൺ അങ്ങനെ ചോദിച്ചത്. റോബിൻസന്റെ ചോദ്യം കേട്ടതും അബിഗൽ റോബിൻസനോട് പറഞ്ഞു, അച്ഛാ, ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ കാര്യങ്ങൾ കയറി ഇടപെടരുതെന്ന്. എന്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം. അച്ഛൻ ഇതിലൊന്നും ഇടപെടണ്ട. ഇവിടെ നീല് കൂട്ടരൊക്കെ ഉണ്ടല്ലോ, എന്നെ സംരക്ഷിക്കാൻ അവരുണ്ടല്ലോ. അബിഗലിനെ സംരക്ഷിക്കാൻ നീലുണ്ടെന്നുള്ള ശൈലിയിൽ അബിഗൽ പറഞ്ഞപ്പോ നീലിന് അത് വല്ലാത്ത ഉന്മേഷം ഉണ്ടാക്കുകയാണ്. അവന്റെ മുഖം അഭിമാനം കൊണ്ട് അങ്ങനെ തിളങ്ങുകയാണ്. ആ സമയത്താണ് നേരത്തെ ഓടിപ്പോയ നമ്മുടെ ആ കോട്ടും സ്യൂട്ടും ധരിച്ച വ്യക്തി മടങ്ങി വരുന്നത്. ഇപ്പോ അവന്റെ കൂടെ കുറെ ഏറെ ആളുകളുണ്ട്. കൃത്യമായി പറഞ്ഞാൽ 2 ഡസൻ ആളുകളുണ്ട്. അകത്തേക്ക് വന്ന ആളുകളെ നീലും കണ്ടു. നീല് മുന്നേ വരുന്ന ആ കോട്ടും സ്യൂട്ടുധാരിയോട് പറഞ്ഞു, ഹേയ്, നിങ്ങളെ ആളെ വിളിച്ചുകൊണ്ടൊന്നും കാര്യമില്ല. നീ കുറെ ഗുണ്ടകളെ വിളിച്ചാലും ഇവിടെ ഒന്നും നടക്കത്തില്ല. ഞാൻ ആരാണെന്ന് നിനക്ക് അറിയാവൂ. ശരി, നീ ആരാ? ആ കോട്ട് സ്യൂട്ടുകാരി ചോദിച്ചതും നീല് അയാളോട് പറഞ്ഞു, എന്റെ അച്ഛൻ ഫ്ലെയിം ഡ്രാഗൺ ഗ്രൂപ്പിന്റെ ലീഡറിനുണ്ടല്ലോ, ഹോസ്റ്റ് സാറിന്റെ പരിചയക്കാരനാണ്. ഫ്ലെയിം ഡ്രാഗൺ ഗ്രൂപ്പ് ഈ മിൽസ്ബർഗിലെ ആ തെക്കൻ മേഖലയിൽ അറിയപ്പെടുന്ന ഒരു വലിയ സംഘമാണ്. ആ സംഘത്തിന്റെ ഡെപ്യൂട്ടി ലീഡറെയാണ് ഈ ഹോസ്റ്റ് എന്ന് വിളിക്കുക. ഹോസ്റ്റിന്റെ സുഹൃത്താണ് നീലിന്റെ പിതാവ്. ഹോസ്റ്റിന്റെ സുഹൃത്തിന്റെ മകൻ ആയ നീലിനെ തൊടാൻ സ്വാഭാവികമായിട്ടും ഏത് ഗുണ്ടകൾ ഒന്ന് മടിക്കും. അത് നീലിന് അറിയാം. അതുകൊണ്ടാണ് നീല് അക്കാര്യം സൂചിപ്പിച്ചത്. നീല് അക്കാര്യം പറയുമ്പോഴേക്കും നമ്മുടെ കോട്ടും സ്യൂട്ടുധാരി അയാളുടെ ടീമുമായിട്ട് ആ കരയ്ക്ക് ബാറിനകത്തേക്ക് കടന്നു കഴിഞ്ഞു. ആ മുറിക്കകത്തേക്ക് കടന്ന ആ കോട്ടും സ്യൂട്ടുധാരി നീലിനെ ഒന്ന് നോക്കിയിട്ട് കൈ നിവർത്തി ഒരു അറ്റിയാടി. തികച്ചും അപ്രതീക്ഷിതമായിട്ട് നീലിനെ ആ കോട്ടും സ്യൂട്ടുധാരി അടിച്ചതും നീല് അറിയാതെ പുറകോട്ട് മറിഞ്ഞു. അടിയേറ്റ നീല് ഒന്ന് പുറകോട്ട് മറിഞ്ഞെങ്കിലും പെട്ടെന്ന് ടേബിൾ പിടിച്ചിട്ട് ഒന്ന് സ്റ്റഡിയായി. ഏയ്, നീ എന്റെ പുറത്തോടാൻ എന്ത് ധൈര്യം വന്ന്? ഞാൻ പറഞ്ഞില്ലേ എന്റെ അച്ഛൻ ഫ്ലെയിം ഡ്രാഗൺ ഗ്രൂപ്പിന്റെ ഹോസ്റ്റിന്റെ സുഹൃത്താണെന്ന്. നിന്റെ അച്ഛൻ മിസ്റ്റർ ഹോസ്റ്റിന്റെ സുഹൃത്താണല്ലേ? ഞാൻ ആരെന്ന് നിനക്കറിയാവൂ? അയാളുടെ ആ ചോദ്യം കേട്ടതും നീല് പുച്ഛത്തോടെ അയാളോട് പറഞ്ഞു, നീ ആരായാലും എനിക്കെന്താ? ഞാനേ നേരത്തെ പറഞ്ഞു ഹോസ്റ്റിന്റെ സുഹൃത്തിന്റെ മകനാണെന്ന്. അങ്ങനെ നീല് പറഞ്ഞതും ആ കോട്ട് സ്യൂട്ടുകാരി വീണ്ടും കൈ നിവർത്തി നീലിന്റെ കവിൾ ഒന്ന് അടിച്ചു. വീണ്ടും അടി കിട്ടിയപ്പോ നീലിന് എന്തോ ഒരു അസ്വസ്ഥത തോന്നി. അയാൾ ഹോസ്റ്റിനോട് ചോദിച്ചു, ആരാ നിങ്ങൾ? എന്റെ ചേട്ടനാണ് ഹോസ്റ്റ്. ഒറ്റ മറുപടിയാണ് ആ കോട്ട് സ്യൂട്ടുധാരി പറഞ്ഞത്. കോട്ടും സ്യൂട്ടും ധരിച്ച ആ മനുഷ്യന്റെ സഹോദരനാണ് ഈ പറഞ്ഞ ഗുണ്ടാ തലവൻ. അത് കേട്ടതും നീലിന്റെ മുഖം അങ്ങ് വിളറുകയാണ്. നീല് അമ്പരന്ന് നിൽക്കുമ്പോ ആ കോട്ട് സ്യൂട്ടുധാരി നീലിന്റെ മുഖം അടച്ചുകൊണ്ട് ഒരു അടി കൂടി അടിച്ചു. ശരിക്കും ആ അടി നീലിന്റെ തല കറക്കിയെന്ന് പറയാം. അടിയേറ്റ് കറങ്ങിപ്പോയ നീലിന്റെ കോളറി പിടിച്ച് അയാളുടെ അടുത്തേക്ക് അടുപ്പിച്ചിട്ട് അയാൾ വീണ്ടും അടിക്കുകയാണ്. അയാൾ എത്ര തവണ അടിച്ചിട്ടും നീല് ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല. അവന് മിണ്ടാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. കാരണം അവൻ എന്തെങ്കിലും പറയുകയാണെങ്കിൽ പറയുന്നത് സാക്ഷാൽ ഹോസ്റ്റിന്റെ സഹോദരനെതിരെയാണ്. ആ കാര്യം ഹോസ്റ്റ് അറിഞ്ഞാൽ പിന്നെ നീലില്ല. നീലിന് അതിൽ സംശയമൊന്നുമില്ല.
നീലിന്റെ അതേ അവസ്ഥ തന്നെയാണ് നീലിനൊപ്പം വന്ന ഹോക്കി സ്റ്റിക്ക് കൈവച്ചിരുന്ന ആ സുഹൃത്തുക്കൾക്കും ഉള്ളത്. ഇപ്പൊ അവരുടെ ആരുടെയും കയ്യിൽ ഹോക്കി സ്റ്റിക്ക് ഇല്ല. സകലരും നിന്ന് വിറയ്ക്കുകയാണ്. ഒരു കാര്യവുമില്ലാതെ നീലിന്റെ സുഹൃത്തിന് വേണ്ടി അടി വാങ്ങാനായി അവരിതാ എത്തിയിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നാണ് ആ ചെറുപ്പക്കാരുടെ മൈൻഡ് സെറ്റ്. ആ ചെറുപ്പക്കാരെ ഒന്ന് നോക്കിയിട്ട് ആ കോട്ടിൻ സ്യൂട്ടുധാരി അയാളുടെ പുറകുവശത്ത് നിൽക്കുന്ന ഗുണ്ടകളൊന്ന് നോക്കിയതും അവന്മാർ ആ ചെറുപ്പക്കാരൻ നേരെ പതുക്കെ നടന്നു. ആ 24 അംഗ ഗുണ്ട ടീം ഏതാണ്ട് മാർച്ച് പാസ് ചെയ്യും പോലെയാണ് നീലിന്റെ സുഹൃത്തുക്കൾക്ക് നേരെ നടക്കുന്നത്. ആ നടത്തം ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ഭയം ആ ചെറുപ്പക്കാരിൽ ഉണ്ടാക്കി. അവന്മാര് എല്ലാം ആ നിമിഷത്തിൽ തറയിലേക്ക് വീഴുകയാണ്. തറയിൽ മുട്ടുകുത്തി വീണ അവന്മാർ കരഞ്ഞുകൊണ്ട് ആ കോട്ടും സ്യൂട്ടും ധരിച്ച വ്യക്തിയോട് മാപ്പപേക്ഷിക്കുകയാണ്. ക്ഷമിക്കണം, അറിയാതെ പറ്റിപ്പോയതാണ്, ഞങ്ങൾക്ക് ഈ സംഭവവുമായി ഒരു ബന്ധവുമില്ല. ആ ചെറുപ്പക്കാരെ തല്ലുന്നതിൽ വലിയ അർത്ഥമില്ല എന്ന് തോന്നിയതുകൊണ്ടാവാം ആ കോട്ട് സ്യൂട്ടുധാരി പെട്ടെന്ന് അബിഗലിന് നേരെ തിരിഞ്ഞു. അബിഗലും അവരുടെ കൂട്ടുകാരികളും വല്ലാത്തൊരു വൈഷമ്യത്തിലാണ്. നീല് അവരെ രക്ഷിക്കുമെന്നാണ് അവർ യഥാർത്ഥത്തിൽ കരുതിയിരുന്നത്. പക്ഷെ ആ നീലിത മുട്ടുകുത്തി മാപ്പപേക്ഷിക്കുകയാണ്. അബിഗൽ അത്തരം ഒരു രംഗം ഒരിക്കലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചല്ല. തങ്ങൾ പെട്ടുവെന്ന് അബിഗലിനും കൂട്ടർക്കും അറിയാം. അവരുടെ മൈൻഡ് വായിച്ച റോബിൻസൺ ആ കോട്ട് സ്യൂട്ടുധാരിയോട് പറഞ്ഞു, സാർ, അങ്ങ് പറഞ്ഞ പണം ഞാൻ സംഘടിപ്പിച്ചു തരാം, എനിക്ക് 2 ദിവസം സമയം തരണം. ഏഹേയ്, അതൊന്നും പറ്റില്ല, എനിക്ക് ഇപ്പൊ പണം വേണം, ഇല്ലെങ്കിൽ നിങ്ങളുടെ മകളെ നിങ്ങൾ തന്നെ എനിക്കൊപ്പം അയക്കണം. വളരെ വളരെ വ്യക്തമായിട്ടാണ് കോട്ടും സ്യൂട്ടുധാരി അയാളുടെ ആവശ്യം പറഞ്ഞത്. അത് കേട്ടതും അബിഗൽ പറഞ്ഞു, ആ സ്വപ്നം അങ്ങ് വാങ്ങി വെച്ചരേ, അത് നടക്കില്ല, ഒരു കാരണവശാലും അവനൊപ്പം പോകില്ല എന്നാണ് അബിഗൽ പറയുന്നതിന്റെ അർത്ഥം. അബിഗൽ, ആ കാര്യം തീരുമാനിക്കേണ്ടത് നീയല്ല. ഒന്നുകിൽ ഇപ്പോ ഈ വാച്ചിന്റെ പണം ഇവിടെ വെക്കണം, അല്ലെങ്കിൽ നീ എനിക്കിപ്പോ വരണം. ഞാൻ പറഞ്ഞില്ലേ ഞാൻ വരില്ല എന്ന്. അബിഗൽ അങ്ങനെ തീർത്തു പറഞ്ഞതും ആ കോട്ട് സ്യൂട്ടുധാരി പെട്ടെന്ന് അബിഗൽ നിൽക്കുന്ന ഭാഗത്തേക്ക് ഒന്ന് മൂവ് ചെയ്തു. അയാൾ അങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത് മനസ്സിലാക്കിയതും മേശപ്പുറത്തിരുന്ന ഒരു കത്തിയെടുത്ത് റോബിൻസൺ പെട്ടെന്നാണ് ആ കോട്ട് സ്യൂട്ടുധാരിയുടെ കഴുത്തിലേക്ക് കൊണ്ടുവന്നത്. കഴുത്തിൽ കത്തി ചേർത്ത് വെച്ചുകൊണ്ട് റോബിൻസൺ അയാളോട് പറഞ്ഞു, എന്റെ മോളൊന്നും ചെയ്യരുത്, നിങ്ങൾക്ക് ആവശ്യമായ പണം ഞാൻ 2 ദിവസം തരാം. ആ കോട്ട് സ്യൂട്ടുധാരിയുടെ കഴുത്തിലേക്ക് കത്തി ചേർത്ത് വെച്ചുകൊണ്ടാണ് റോബിൻസൺ ആ കാര്യം പറഞ്ഞത്. അബിഗലിന്റെ പിതാവ് തന്റെ കഴുത്തിലേക്ക് കത്തി ചേർത്ത് വെച്ചിരിക്കുന്നത് മനസ്സിലാക്കിയ ആ കോട്ട് സ്യൂട്ടുധാരി അബിഗലിന്റെ അച്ഛനോടായി പറഞ്ഞു, ഹേയ്, നിങ്ങൾ ഈ കാണിക്കുന്നത് വലിയ ധീരതയൊന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആരാണെന്ന്. നിങ്ങൾ എന്റെ പുറത്ത് തൊട്ടാൽ നിങ്ങളുടെ അന്ത്യം ഇവിടെ സംഭവിക്കും. അങ്ങനെ ആ കോട്ട് സ്യൂട്ടുധാരി പറഞ്ഞതും റോബിൻസന്റെ കത്തി ആ കോട്ട് സ്യൂട്ടുധാരിയുടെ കഴുത്തിലോട്ട് ഏതാണ്ട് ചേർന്നു. കഴുത്തിലേക്ക് ആ കത്തി തൊട്ടപ്പോ ആ സ്യൂട്ടുധാരിക്ക് ഒരു സംശയം. ഈ വയസ്സൻ വട്ടായി കത്തി എങ്ങനെ ഒന്ന് താഴ്ത്തു. അങ്ങനെ അയാൾക്ക് തോന്നിയ ആ നിമിഷത്തിൽ ഒരു കാര്യം കൂടി സംഭവിച്ചു. ആ കോട്ടുധാരിയുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ ഒന്ന് മുന്നോട്ട് കുതിച്ചതാണ് അവിടെ ഉണ്ടായ സംഭവം. അയാൾ തല കൊണ്ട് റോബിൻസന്റെ വയറ്റിൽ ഒരു ഒറ്റയിടി. തികച്ചും അപ്രതീക്ഷിതമായിരുന്നു ആ അറ്റാക്ക്. കോട്ടുധാരിയുടെ സൈഡിൽ കൂടി അങ്ങനെ ഒരാള് തല കുനിച്ച് വയറ്റിലേക്ക് ഇടിക്കുമെന്ന് റോബിൻസൺ കരുതിയിരുന്നില്ല എന്ന് വ്യക്തം. റോബിൻസൺ പുറകോട്ട് മറിഞ്ഞു. തികച്ചും അപ്രതീക്ഷിതമായി തല കൊണ്ട് ഇടിയേറ്റ റോബിൻസൺ തറയിലേക്ക് വീണെങ്കിലും അയാൾ ഉടൻ തന്നെ ചാടി എണീറ്റു. അയാൾ ചാടി എണീറ്റതും അയാളെ തല്ലാനായി ആ കോട്ടുധാരി മുന്നോട്ട് വന്നു. കോട്ടുധാരി റോബിൻസനെ തല്ലാനായി കൈ ഉയർത്തിയതും പെട്ടെന്ന് റോബിൻസൺ മുന്നിലേക്ക് മറ്റൊരാൾ കയറി വന്നു. അയാൾ ആ കോട്ടുധാരിയോട് പറഞ്ഞു, ഏയ്, ഇദ്ദേഹത്തിന്റെ പുറത്തുവിടാൻ പറ്റില്ല. ഡസൻ റയസ് ആണ് റോബിൻസനെ മുന്നിലേക്ക് കയറിയത്. ഡസൻ റയസ് അതുവരെ ആ മുറിയിൽ ഉണ്ടായിരുന്ന കാര്യം അബിഗലും കൂട്ടരവും നീലും കൂട്ടരവും കോട്ടുധാരിയും കൂട്ടരവും ശ്രദ്ധിച്ചിരുന്നില്ല എന്നതാണ് സത്യം. ഒരു കാഴ്ചക്കാരനെ പോലെ ഈ രംഗങ്ങളൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു സാക്ഷാൽ ഡസൻ റൈസ്. ഡസൻ റോബിൻസിന്റെ മുന്നിലേക്ക് കയറുന്നതും കോട്ടുധാരി
ഡസ്റ്റിനോട് ചോദിച്ചു, ഹേയ് നിങ്ങളാരാ? ഞാനൊരു വഴിപോക്കനാണ്, പക്ഷേ എനിക്ക് ഇദ്ദേഹവുമായി ബന്ധമുണ്ട്. ഇദ്ദേഹത്തിന്റെ പുറത്തുവിടാൻ ഞാൻ സമ്മതിക്കത്തില്ല. അയാളുടെ പുറത്ത് ഞാൻ തൊട്ടാൽ കോട്ടുതാരിയുടെ ശബ്ദം മാറുകയാണ്. തൊട്ടാൽ നിങ്ങൾ വിവരം അറിയും. ഡസ്റ്റിനും അതേ ട്യൂണിൽ മറുപടി. എന്നാൽ അതൊന്ന് കാണണമല്ലോ. അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ ഇടത് കൈകൊണ്ട് ഡസ്റ്റിനെ പിടിച്ചു മാറ്റി വലത് കൈകൊണ്ട് റോബിൻസിനെ ആഞ്ഞിടിക്കുകയാണ്. ഇടത് കൈകൊണ്ട് അയാൾ പിടിച്ചു മാറ്റിയെന്നും വലത് കൈകൊണ്ട് ഇടിച്ചു എന്നൊക്കെ അയാൾ മനസ്സിൽ കരുതി എന്ന് പറഞ്ഞാൽ അതാണ് ശരി. ആദ്യത്തെ ആക്ഷൻ പകുതിയായപ്പോൾ തന്നെ അയാൾ യഥാർത്ഥത്തിൽ കുറച്ച് പുറകിലേക്ക് തെറിച്ചിരുന്നു. ഡസ്റ്റിനെ ഇടത് കൈകൊണ്ട് മാറ്റുമ്പോഴേക്കും ഡസ്റ്റിൻ വലത് കൈകൊണ്ട് ഒരു ഒറ്റയാടി. കോട്ടുധാരി അനവധി സ്റ്റെപ്പ് പുറകോട്ട് മറിഞ്ഞു. നീലിന്റെ കൂട്ടത്തിലുള്ള ആളുകളും ഇപ്പോഴും അവിടെ തറയിൽ മുട്ടുകുത്തി നിൽക്കുകയാണ്. അബിഗലിനും ഒപ്പമുള്ള ആളുകളും വല്ലാതെ പേടിച്ച് ഒരു മൂലിൽ ഒതുങ്ങി നിൽക്കുകയാണ്. ഈ സമയത്താണ് സാക്ഷാൽ ഫ്ലെയിം ഡ്രാഗൺ ഗ്രൂപ്പിന്റെ ഡെപ്യൂട്ടി ലീഡറായ ഹോസ്റ്റിന്റെ സഹോദരനെ ഡസ്റ്റിൻ അടിച്ചു തെറിപ്പിക്കുന്നത്. അടിയേറ്റ് അല്പം ദൂരേക്ക് വീണ അയാൾ പെട്ടെന്ന് ചാടി എണീറ്റു. ആ കോട്ടുധാരിക്ക് അവിടെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അയാളെ ആ ചെറുപ്പക്കാരൻ അടിച്ചു എന്ന് അയാൾ എങ്ങനെ വിശ്വസിക്കുക? ഇടാ നീ എന്നെ അടിച്ച? അതെ ഞാൻ അടിച്ചു. ഡസ്റ്റിനോ അതേ താളത്തിലാ പറയുന്നത്. നിനക്ക് എത്ര ധൈര്യമുണ്ടോ എന്നെ അടിക്കാൻ? നിന്നെ അടിക്കാൻ ധൈര്യത്തിന്റെ ആവശ്യമുണ്ട്. ഇനി അടിക്കണോ? അങ്ങനെ പറഞ്ഞുകൊണ്ട് ഡസ്റ്റിൻ പെട്ടെന്ന് മുന്നോട്ട് കയറി അയാൾ വീണ്ടും അടിക്കുകയും ചെയ്തു. ഒരടിയല്ല ഡസ്റ്റിൻ അടിച്ചത്. ഡസ്റ്റിൻ വലത് കവിൾ അടിച്ചിട്ട് ആ കവിള് നേരെയാക്കി ഇടത് കൈകൊണ്ട് അടിക്കുകയാണ്. വലത് കവിളിലും ഇടത് കവിളിലും മാറി മാറി അടിക്കുകയാണ്. പടക്കം പൊട്ടുപോലെ തുരുതുര അയാളുടെ കവിളിൽ അടി വീഴുമ്പോൾ ആ 24 അംഗ ടീമും നമ്മുടെ നീലിന്റെ ടീമും ശരിക്കും നിശ്ചലരായി ആ കാഴ്ച കാണുകയാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്കൊരു പിടിയുമില്ല. വളരെ വ്യക്തമായിട്ട് ഹോസ്റ്റിന്റെ ബ്രദർ ഉറക്കെ നേരത്തെ പറഞ്ഞതാണ് അയാൾ ഹോസ്റ്റിന്റെ സഹോദരനാണെന്ന്. എന്നിട്ടും അയാളെ അടിക്കുകയാണ്. ഡസ്റ്റിൻ അടിക്കുന്നതിനിടയിൽ തന്നെ ഹോസ്റ്റിന്റെ സഹോദരൻ അയാളുടെ കൂടെയുള്ള ആളുകൾക്ക് ആജ്ഞ കൊടുത്തു, കൊല്ലവനെ. കേൾക്കേണ്ട താമസം ആ 24 അംഗ ടീം ഡസ്റ്റിനെ അങ്ങ് വളഞ്ഞു. ഡസ്റ്റിനെ അവസാനിപ്പിക്കാനുള്ള ആയുധങ്ങളൊക്കെ അവന്മാരുടെ കയ്യിലുണ്ട്. സകലവിധ ആയുധങ്ങളുമായിട്ടാണ് അവന്മാർ എത്തിയിരിക്കുന്നത്. പക്ഷേ ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഹോസ്റ്റിന്റെ ആ സഹോദരൻ മാത്രം അവിടെ നിൽപ്പുണ്ട്. അയാളുടെ തൊട്ടടുത്ത് ഡസ്റ്റിൻ നിൽപ്പുണ്ട്. ആ 24 പേരും തറയിൽ എങ്ങനെ കിടക്കുകയാണ്. ഡസ്റ്റിനെ അടിക്കാനായിട്ട് വന്ന അവരുടെ നേരേക്ക് ഡസ്റ്റിൻ അങ്ങ് പാഞ്ഞു കയറുകയായിരുന്നു. ഒരു ട്രെയിൻ പാളത്തിലെ കൂടെ ഓടിപ്പോകുമ്പോലെ ഡസ്റ്റിൻ അവരെ പുറത്തുകൂടി അങ്ങനെ ഓടിപ്പോവുകയായിരുന്നു. ഡസ്റ്റിന്റെ കൈ അവരെ പുറത്ത് പതിയുന്നു, അവർ താഴേക്ക് വീഴുകയാണ്. ഡസ്റ്റിൻ ചിലരേക്ക് ഇടിക്കുന്നുണ്ട്, ചിലരേക്ക് അടിക്കുന്നുണ്ട്, ചിലരേക്ക് ചവിട്ടുന്നുണ്ട്. ഏതാണ്ട് ഒരു മിനിറ്റ് കൊണ്ട് ഡസ്റ്റിൻ ഓടി നടന്ന് സകലരെയും അടിച്ച് താഴെ ഇട്ടു. ഈ കാഴ്ച വല്ലാത്തൊരു അമ്പരപ്പാണ് അബിഗയിൽ ഉണ്ടാക്കിയത്. 2 ഡസൻ ഗുണ്ടകളെ കൂളായിട്ട് അടിച്ചിരുന്ന ഡസ്റ്റിൻ അവളിൽ ഉണ്ടാക്കിയ ഒരു ചിത്രം, അതൊരു മനോഹരമായ ചിത്രമാണ്. അവൾ അമ്പലപ്പോടെ അത്ഭുതത്തോടെയാണ് ആ കാഴ്ച കണ്ടത്. അതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഫ്ലെയിം ഡ്രാഗൺ ഗ്രൂപ്പിന്റെ തലവന്റെ സഹോദരനാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഡസ്റ്റിൻ ആ മർദ്ദനമൊക്കെ നടത്തിയത്. തന്റെ അനുയായികൾ മുഴുവൻ താഴെ വീണതും ആ കോട്ടുധാരി പെട്ടെന്ന് അവർക്കിടയിലൂടെ ഒരൊറ്റ ഓട്ടം. പുറത്തേക്ക് ഓടുന്നതിനിടയിൽ തന്നെ അയാൾ ഡസ്റ്റിനോട് പറഞ്ഞു, ഇടാ നിന്നെ ഇവിടുന്ന് രക്ഷപ്പെടാൻ ഞാൻ അനുവദിക്കില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ കരോക്ക ബാറിലെ ആ പ്രൈവറ്റ് മുറിയിൽ നിന്ന് പുറത്തേക്ക് അയാൾ ഓടി ഇറങ്ങിയതും ഒരാളുടെ പുറത്ത് കയറി ഇടിച്ചു. ഒരു ടീം അങ്ങോട്ട് നടന്നു വരുമ്പോഴാണ് ഇയാൾ ഓടി പുറത്തിറങ്ങുന്നത്. അയാൾ ഒരാളുടെ പുറത്തിടിച്ചതും ആ ആള് ആ കോട്ടുധാരിയെ ദേഹത്തോട് ചേർത്ത് പിടിക്കുകയാണ്. ദേഹത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അയാൾ ചോദിക്കുന്നുണ്ട്, ഇടാ എന്തു പറ്റി? ശബ്ദം കേട്ടതും ആ ചെറുപ്പക്കാരന്റെ മുഖം ശരിക്കും ഒന്ന് പൂത്തുലയുകയാണ്. അവൻ ഉറക്കെ പറഞ്ഞു, ചേട്ടാ ചേട്ടൻ അന്വേഷിച്ച ഞാൻ ഇറങ്ങിയത്. വന്നിരിക്കുന്നത് സാക്ഷാൽ നെൽസൺ ഹോസ്റ്റ്. ഫ്ലെയിം ഡ്രാഗൺ ഗ്രൂപ്പിന്റെ ഡെപ്യൂട്ടി ലീഡർ നെൽസൺ ഹോസ്റ്റ് തന്നെ അങ്ങോട്ട് വന്നിരിക്കുകയാണ്. അയാൾ കരേക്ക ബാറിന്റെ കളക്ഷൻ എടുക്കാൻ വേണ്ടി അങ്ങോട്ട് വന്നതാണ്. വന്നപ്പോഴാണ് ഈ പ്രശ്നത്തെ കുറിച്ച് അറിയുന്നത്. അറിഞ്ഞ നിമിഷത്തിൽ തന്നെ അയാൾ ആ മുറിക്ക് നേരെ വരികയായിരുന്നു. നെൽസൺ ഹോസ്റ്റ് പെട്ടെന്നാണ്
അയാളുടെ അനുജന്റെ മുഖം ശ്രദ്ധിക്കുന്നത്. അനുജന്റെ മുഖത്ത് അടിയുടെ ഇഷ്ടംപോലെ പാടുകൾ. ഇടാ, നിന്നെ ആരാ തല്ലിയത്? അങ്ങനെ നെൽസൺ ചോദിച്ചതും അവൻ നെൽസനോട് പറഞ്ഞു, ചേട്ടാ വാ, ഞാൻ കാണിച്ചു തരാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് വാതിൽ തുറന്ന് അവൻ അകത്തേക്ക് കയറി. അകത്തുനിന്ന് ഓടിപ്പോയ ആ കോട്ടുകാരി പെട്ടെന്ന് അകത്തേക്ക് കയറി വരുന്നത് കണ്ടതും എന്താണ് സംഭവം എന്നറിയാതെ അബിഗലും കൂട്ടരും വാതിൽക്കലേക്ക് നോക്കുമ്പോൾ വാതിൽ വഴി അനവധി ആളുകൾ അകത്തേക്ക് കടക്കുകയാണ്. ആ ആൾക്കൂട്ടം അവസാനം കയറി വന്ന ആളിന് വേണ്ടി വഴി മാറുമ്പോൾ ഒരു പൊക്കമുള്ള മനുഷ്യൻ നേരെ മുന്നിലേക്ക് വന്നു. നല്ല വെൽ ബിൽറ്റ് ബോഡിയുള്ള ആ മനുഷ്യൻ മുന്നിലേക്ക് വന്നിട്ട് ആ ഹാൾ മുഴുവൻ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ആരാ ഇവനെ തല്ലിയത്? അങ്ങനെ ചോദിച്ചത് ആ കോട്ട് സ്യൂട്ടുകാരിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. ഉടനെ മറുപടി ഉണ്ടായി, ഞാനാ തല്ലിയത്. ഡസൻ ഡൈസിന്റെ മറുപടി ശരിക്കും ആ ഹാളിനകത്തുള്ള മുഴുവൻ പേർക്കും വീണ്ടും ഒരു അമ്പരപ്പുണ്ടാക്കുകയാണ്. ചോദിക്കുന്നത് നെൽസൺ ഫ്രോസ്റ്റ് ആണെന്ന് അറിയാവുന്ന ആളുകൾ ആ കൂട്ടത്തിലുണ്ട്. നീലും കൂട്ടർക്കും നെൽസനെ അറിയാം. നെൽസൺ മുറിക്കകത്തേക്ക് കയറിയ നിമിഷത്തിൽ തന്നെ ഒരു വിറയൽ അവർക്ക് അനുഭവപ്പെട്ടു തുടങ്ങിയിരുന്നു. ഫ്ലെയിം ഡ്രാഗൺ ഗ്രൂപ്പ് വളരെ ഫേമസ് ആണ്. അവിടെയുള്ള സകല ബിസിനസ്സുകളിലും അവരുടെ ഇടപെടലുണ്ട്. അവർക്ക് കപ്പം കൊടുക്കാതെ കാര്യങ്ങളൊന്നും നടക്കില്ല എന്നാണ് സത്യം. ഓഹോ, നീയാണോ എന്റെ സഹോദരനെ തല്ലിയത്? നീയാണോ ഇവരെ കടിച്ചിട്ടത്? അതെ അതെ, ഞാനാണ്. എന്താ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഡസന്റെ ചോദ്യം നെൽസനെ ശരിക്കും രസിപ്പിക്കുകയാണ്. നെൽസൺ ചിരിച്ചുകൊണ്ട് ഡസ്റ്റോട് പറഞ്ഞു, ഹലോ ഹലോ, ഇയാളെന്തായാലും കൊള്ളാം കേട്ടോ, എനിക്ക് ഇഷ്ടമായി. എനിക്ക് നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാരെ വലിയ ഇഷ്ടമാണ്. ഒരു കാര്യം ചെയ്യ്, നിങ്ങളുടെ ആ വലത് കൈ സ്വയം മുറിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞാൻ ജീവനോട് നിങ്ങളെ വിടാം. ഞാൻ അതിന് തയ്യാറല്ലെങ്കിൽ നിന്റെ രണ്ട് കൈയും ഞാൻ മുറിക്കും. ഹോ, അതൊക്കെ വലിയ പാടായിരിക്കുന്നേ. നെൽസൺ പറയുന്ന അതേ താളത്തിലാണ് മറുപടി പറയുന്നത്. പിന്നെ മിസ്റ്റർ, നിങ്ങളുടെ പേരെന്താ? എന്റെ പേരോ? അങ്ങനെ ചോദിച്ചുകൊണ്ട് നെൽസൺ ഒന്ന് ചുറ്റും നോക്കിയിട്ട് ഉറക്കെ പറഞ്ഞു, ഞാനേ നെൽസൺ ഹോസ്റ്റ്. നിനക്ക് ഞാൻ ആരെന്ന് അറിഞ്ഞുകൂടാത്തതാണ് പ്രശ്നമെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഞാനാണ് ഫ്ലെയിം ഡ്രാഗൺ ഗ്രൂപ്പിന്റെ ഡെപ്യൂട്ടി ലീഡർ. നീ ഞെട്ടിയല്ലേ? ഓ, ഞാൻ ഞെട്ടിയൊന്നുമില്ല. ഞാനേ നിങ്ങളോട് ചോദിച്ചു വേറൊന്നുമല്ല. മിസ്റ്റർ നെൽസൺ, നമ്മൾ തമ്മിലുള്ള ഈ പ്രശ്നത്തിൽ ഇവരെയൊന്നും ഇടപെടിക്കുന്നതിൽ വലിയ അർത്ഥമില്ല. ഇവരെയൊക്കെ വിടാല്ലേ? അബീഗലിനെയും അവളുടെ കൂട്ടുകാരികളെയും അവളുടെ അച്ഛനെയും ചൂണ്ടിക്കാണിച്ചാണ് ഡസൻ അങ്ങനെ പറഞ്ഞത്. ഡസന്റെ ആ ചോദ്യം കേട്ടതും നെൽസൺ ഒരു നിമിഷം അബീഗലിനെയും കൂടെയുള്ള ആളുകളേക്ക് നോക്കിയിട്ട് ഡസനോട് പറഞ്ഞു, ഓക്കെ, അവർ പോട്ടെ. അത് കേട്ടതും ഡസൻ അബീഗലിനോട് പറഞ്ഞു, ഏയ് അബീഗൽ, നിങ്ങൾ പൊയ്ക്കോളൂ. കേൾക്കേണ്ട താമസം നീലും കൂട്ടരും അബീഗലിന്റെ കൂടെയുള്ള കൂട്ടുകാരികളും പുറത്തേക്ക് ഒരു ഒറ്റ ഓട്ടം. അകത്ത് അബീഗലും റോബിൻസനും മാത്രം നിൽക്കുകയാണ്. അത് കണ്ടതും ഡസൻ അബീഗലിനോട് പറഞ്ഞു, ഏയ് അബീഗൽ, അച്ഛനും ഒന്നിച്ച് പുറത്തേക്ക് പോകൂ. ഏയ് ഡസൻ, അതങ്ങനെ ശരിയാവും, നിങ്ങളോട് ഒറ്റയ്ക്കായി പോയില്ലേ? അബീഗൽ, അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട, ഞാനങ്ങ് വരും. റോബിൻസന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ഡസൻ റോബിൻസനോട് പറഞ്ഞു, മിസ്റ്റർ റോബിൻസൺ, നിങ്ങൾ മകളുമായിട്ട് പോകണം, എനിക്കൊന്നും സംഭവിക്കില്ല. ഡസൻ ഡൈസിന്റെ ആ വാചകത്തിന്റെ അർത്ഥം റോബിൻസന് ഏതാണ്ട് മനസ്സിലായെന്ന് അയാളുടെ മുഖം വിളിച്ചു പറയുകയാണ്. അയാൾ ഡസനെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് അബീഗലിന്റെ കൈ പിടിച്ച് പുറത്തേക്ക് കിടന്നു. അബീഗലിന് ആ മുറിയിൽ നിന്ന് പുറത്തു പോകാൻ ഒരു വിഷമമുണ്ട്. അവളെ രക്ഷിച്ച വ്യക്തിയാണ് ഡസൻ റൈസ്. ഡസൻ റൈസിനെ അവിടെ അങ്ങനെ ആ ഗുണ്ടകളുടെ മധ്യത്തിൽ ഇട്ടിട്ട് പോകുന്നത് ശരിയല്ല എന്നൊരു തോന്നൽ അബീഗലിനുണ്ട്. അബീഗൽ റോബിൻസൺ അവളുടെ അച്ഛനൊപ്പം പുറത്തിറങ്ങിയതും നീല് അവരോട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ബാറിന്റെ പുറത്തുള്ള ആ റെസ്റ്റോറൻറ്റിൽ ഇരിക്കാം, ഇവിടെ എന്താ സംഭവിക്കുന്നത് അറിയാമല്ലോ. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ റോബിൻസൺ അബീഗലിനോട് പറഞ്ഞു, അബീഗൽ, നമുക്ക് വീട്ടിലേക്ക് പോവാം. അച്ഛാ, ഞാൻ വരാം. അച്ഛൻ ഇപ്പോൾ തൽക്കാലം വീട്ടിൽ പൊയ്ക്കോ, ഇവിടെ നീലൊക്കെ ഉണ്ടല്ലോ, നീൽ എന്നെ വീട്ടിലെത്തിക്കും. നീലും കൂട്ടുകാരും അബീഗലിനെ വീട്ടിലെത്തിക്കാമെന്ന് ഉറപ്പിച്ചു പറഞ്ഞതും റോബിൻസൺ അബീഗലിനെ റെസ്റ്റോറന്റ് അടുത്താക്കിയിട്ട് വീട്ടിലേക്ക് തിരിച്ചു. വീട്ടിലേക്ക് തിരിക്കുമ്പോൾ അയാൾ കരേക്ക ബാറിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട്. അവിടെയാണല്ലോ ഡസൻ റൈസ് ഉള്ളത്. ഡസന് ഒന്നും സംഭവിക്കില്ലേ എന്ന് അയാൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ സമയത്ത് മുറിക്കുള്ളിൽ ഫ്ലെയിം ഡ്രാഗൺ ഗ്രൂപ്പിന്റെ ഡെപ്യൂട്ടി ലീഡർ നെൽസൺ ഹോസ്റ്റ്
ഡസ്റ്റിനോട് പറഞ്ഞു, മിസ്റ്റർ ഡസ്റ്റിൻ റൈസ്, എനിക്ക് വെറുതെ ശത്രുക്കൾ ഉണ്ടാക്കാൻ താല്പര്യമില്ല. നിങ്ങൾ ഒരു ശക്തനാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ നിങ്ങൾക്കൊരു ഓഫർ തരാം. നിങ്ങൾക്ക് എൻ്റെ ഗ്രൂപ്പിൽ അംഗമാകാനുള്ള ഒരു ഓഫറാണ് ഞാൻ നൽകുന്നത്. നിങ്ങൾ എൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നു. നെൽസൺ ഹോസ്റ്റിന്റെ ആ ചോദ്യം കേട്ടപ്പോൾ നെൽസന്റെ അനുജനാണ് ശരിക്കും വിളറിയത്. അവനാണല്ലോ അടി മുഴുവൻ വാങ്ങിച്ചത്. ചേട്ടാ, ഞാൻ പറഞ്ഞില്ലേ, ഡസ്റ്റിൻ ശരിക്കും ശക്തനാണ്. ശക്തരായ ആളുകളുമായി ചങ്ങാതത്തിലാകുന്നതാണ് നല്ലത്. അത് കേട്ടപ്പോൾ ഡസ്റ്റിൻ ഒന്ന് ചിരിച്ചു. മിസ്റ്റർ നെൽസൺ, നിങ്ങൾക്ക് ശരിക്കും ഒരു ബിസിനസ് സ്നേക്കുണ്ട്. നിങ്ങൾ ആൾ കൊള്ളാം. ഓക്കെ, ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിൽ ചേരാം. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. കണ്ടീഷനോ? എന്ത് കണ്ടീഷനാണ് ഉള്ളത്? നെൽസൺ, നിങ്ങളുടെ ഗ്രൂപ്പിന്റെ തലവനായിട്ട് എന്നെ നിങ്ങൾക്ക് വെക്കാൻ കഴിയുമെങ്കിൽ ഞാൻ റെഡിയാണ്. ഡസ്റ്റിൻ റൈസിന്റെ ആവശ്യം കേട്ടപ്പോൾ നെൽസനൊപ്പം അവിടെ ഉണ്ടായിരുന്ന ആ ഗുണ്ടകളൊക്കെ പെട്ടെന്ന് അറിയാതെ ഒന്ന് താന്നു പോവുകയാണ്. അതൊന്ന് ഞെട്ടിന്ന് പറയാം. അറിയാതെ അവരുടെ കാര്യം ഇടറിപ്പോയതാണ്. നെൽസൺ ഹോസ്റ്റിന്റെ ആ ഗ്രൂപ്പിന്റെ തലവനായിട്ട് ഡസ്റ്റിന് വെക്കാൻ പറ്റുമോ എന്നാണ് ഡസ്റ്റിന്റെ ചോദ്യം. ഹേയ് ഡസ്റ്റിൻ, നിങ്ങൾ എന്തായി പറയുന്നത്? അത് കേട്ടപ്പോൾ ഡസ്റ്റിൻ നെൽസനോട് പറഞ്ഞു, നിങ്ങൾക്ക് എൻ്റെ ശക്തിയിലുള്ള ഒരു സംശയമാണ് ഈ ചോദ്യത്തിന്റെ അടിസ്ഥാനമെന്ന് എനിക്കറിയാം. ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ എൻ്റെ ശക്തി ചെറുതായിട്ട് നിങ്ങളൊന്ന് കാണിക്കാം. അവിടേക്ക് നോക്കിക്കോ. അങ്ങനെ പറഞ്ഞിട്ട് ഡസ്റ്റിൻ പെട്ടെന്ന് ഡസ്റ്റിന്റെ കൈ അന്തരീക്ഷത്തിൽ ഒന്ന് കറക്കുകയാണ്. അന്തരീക്ഷത്തിൽ ഡസ്റ്റിൻ ഇങ്ങനെ കൈ കൊണ്ടുവന്നതും ഡസ്റ്റിനൊപ്പം ഒരു എയർ ഫ്ലോ ഉണ്ടാകുന്നത് പോലൊരു തോന്നൽ ആളുകൾക്കുണ്ടായി. ആ എയർ ഫ്ലോ ഡസ്റ്റിൻ പെട്ടെന്ന് മുന്നോട്ടാക്കുകയാണ്. ആ എയർ ഫ്ലോ അതിവേഗതയിൽ മുന്നോട്ട് പാഞ്ഞു എന്നുള്ളത് സത്യമാണ്. ശരിക്കും അമ്പരപ്പിക്കുന്ന ഒരു ദൃശ്യമാണ് അതിൻ്റെ എൻഡ് റിസൾട്ട്. ആ കരാക്ക ബാറിന്റെ ഒരു വശത്ത് ഉരുക്കും കോൺക്രീറ്റും കൊണ്ടുള്ള ഒരു ചുവരാണ്. ആ ഉരുക്കും കോൺക്രീറ്റും കൊണ്ടുള്ള ആ ചുവരിൽ ഇപ്പോ ഒരു വലിയ ദ്വാരം വീണിരിക്കുകയാണ്. ഒരു വൻ ശബ്ദത്തോടു കൂടിയാണ് ആ ദ്വാരം ഉണ്ടായത്. ഡസ്റ്റിൻ ആ മുറിയിലെ മുഴുവൻ വായുവിനെയും ശരിക്കും തന്റെ കൈക്കുള്ളിലേക്ക് കൊണ്ടുവന്ന് ആ ഭാഗത്തേക്ക് അതിവേഗം അയച്ചതാണ്. ആ വായു ചെന്ന് ഇടിച്ചപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഉണ്ടായിരുന്ന ഭാഗം അടർന്ന് തെറിച്ചിരിക്കുകയാണ്. ശരിക്കും ഒരു വലിയ ഹോള് അവിടെ വീണിട്ടുണ്ട്. 2-3 അടി വീതിയും നീളത്തിലുമുള്ള ഒരു വലിയ ഹോൾ. വേണമെങ്കിൽ ഒരാൾക്ക് ആ ഹോൾ വഴി മറുഭാഗത്തേക്ക് കടക്കാം. അത്ര വലിയൊരു ഹോൾ. ആ കരാക്കെ ബാറിനകത്തുണ്ടായിരുന്ന മുഴുവൻ ആളുകളുടെയും ശ്വാസം നിലച്ചുപോയ നിമിഷമാണ്. അവിശ്വസനീയതയോടുകൂടിയാണ് അവർ ആ ചുവരിലേക്കും ഹാളിലേക്കും തുടർന്ന് ഡസ്റ്റിലേക്കും മാറി മാറി നോക്കുന്നത്. ഡസ്റ്റിൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 10 അടിക്ക് അപ്പുറത്താണ് ആ ചുവര്. ആ ചുവരിന് അടുത്തേക്ക് ചെല്ലാതെ ഡസ്റ്റിൻ അവിടെ ഉണ്ടായിരുന്ന വായുവിനെ ഒരു ആയുധമാക്കി കൺവെർട്ട് ചെയ്ത് ആ വായു ഉപയോഗിച്ച് ആ ചുവര് തുളച്ചിരിക്കുകയാണ്. നമ്മുടെ കോട്ടുധാരി ശരിക്കും നിന്ന് വിറയ്ക്കുകയാണ്. ഡസൻ ബയസ് നേരത്തെങ്ങാനും അതുപോലെ എയർ അയാളുടെ പുറത്തേക്ക് പതിപ്പിച്ചിരുന്നുവെങ്കിൽ അയാളുടെ പുറത്തും ഇതുപോലൊരു ദൂരം വീഴുമായിരുന്നു. അക്കാര്യം അയാൾക്കിപ്പോൾ അറിയാം. അതേ ചിന്ത തന്നെ ഹോസ്റ്റിന്റെ കൂടെയുള്ള ബാക്കി ഗുണ്ടകൾക്കും ഉണ്ട്. സകലരും വലത് വിറയ്ക്കുന്നുണ്ട്. അവരെ ഒന്ന് നോക്കിയിട്ട് ഡസ്റ്റിൻ നെൽസനോട് ചോദിച്ചു, മിസ്റ്റർ നെൽസൺ, ഇനി നിങ്ങൾക്ക് സമ്മതിക്കാമല്ലോ? ഡസ്റ്റിൻ ബയസിന്റെ ആ ചോദ്യം കേട്ടതും നെൽസൺ ശരിക്കും ഒരു ദീർഘനിശ്വാസം എടുത്തു. അയാൾ ആദ്യമായിട്ടാണ് ഇത്രയും ശക്തിയുള്ള ഒരു മനുഷ്യനെ നേരിൽ കാണുന്നത്. ഇത്രയും ശക്തിയുള്ള ഒരു മനുഷ്യൻ അയാളുടെ ഗ്രൂപ്പിന്റെ തലവനായി മാറുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. പക്ഷേ അയാൾക്ക് മാത്രമായി തീരുമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഫ്ലെയിം ഡ്രാഗൺ ഗ്രൂപ്പിലെ കാര്യങ്ങൾ. അക്കാര്യം അറിയാവുന്ന നെൽസൺ ഡസ്റ്റിനോട് പറഞ്ഞു, മിസ്റ്റർ ഡസ്റ്റിൻ, നിങ്ങളുടെ ശക്തിയിൽ എനിക്കിപ്പോൾ സംശയമൊന്നുമില്ല. പക്ഷേ തീരുമാനമെടുക്കേണ്ടത് മിസ്റ്റർ ഹോളാണ്. അദ്ദേഹമാണ് ഫ്ലെയിം ഡ്രാഗൺ ഗ്രൂപ്പിന്റെ യഥാർത്ഥ തലവൻ. ഓഹോ, ഹോളാണോ തീരുമാനമെടുക്കുന്നത്? അങ്ങനെയാണെങ്കിൽ മിസ്റ്റർ ഹോളിനോട് പറയൂ. ഡസ്റ്റിൻ, ഞാൻ ചെന്ന് പറഞ്ഞാൽ അവര് അങ്ങനെ അംഗീകരിക്കണമെന്നില്ല. ഓ, അവർക്കും അംഗീകരിക്കണമെങ്കിൽ ഇതുപോലെ ബോധ്യമാകണമല്ലേ? അതെ ഡസ്റ്റിൻ, അതാണ് ശരി. അവർക്ക് ബോധ്യമായാലേ അവർ അംഗീകരിക്കൂ.
ഞാൻ എങ്ങനെയൊക്കെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ ശ്രമിച്ചാലും അവരങ്ങോട്ട് അംഗീകരിച്ചില്ല. ഒരു കാര്യം ചെയ്യ്, ഇന്നിപ്പോ എന്തായാലും രാത്രിയായി, നാളെ ഞാൻ നിങ്ങളുടെ ആ ദോജുവിലേക്ക് വരാം. ദോജു എന്ന് പറയുന്നത് ഈ കളരിയൊക്കെ പഠിപ്പിക്കുന്ന, കരാട്ടയൊക്കെ പഠിപ്പിക്കുന്ന, കുങ്ഫു പഠിപ്പിക്കുന്ന ഒരു കേന്ദ്രമാണ്. ഒരു വലിയ ജിമ്മിന്റെ നെക്സ്റ്റ് പതിപ്പെന്ന് പറയാം. അവിടെ ബോഡി ബിൽഡിംഗ് മാത്രമല്ല, അഭ്യാസങ്ങളിലൂടെ പഠിപ്പിക്കും. ദോജുവിലേക്ക് വരാമെന്ന് ഡസൻ പറഞ്ഞപ്പോൾ നെൽസൺ സമ്മതിച്ചു. ഈ സംഭാഷണം അവിടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ റോഡിന് എതിർവശത്ത് റെസ്റ്റോറന്റിൽ കുട്ടികൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളെല്ലാം ഡസനെ അടിച്ചു പോഴ്ത്തുകയാണ്. അത് കേൾക്കുമ്പോൾ നീലിന് വല്ലാതെ ചൊറിഞ്ഞു വരികയാണ്. നീലിന് അടുത്തിരിക്കുന്ന ആ പെൺകുട്ടികളുടെ മുന്നിൽ ഒന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ നീൽ അബിഗൽ വിളിച്ചപ്പോൾ ഹോക്കി സ്റ്റിക്കുമായി അവിടേക്ക് ഓടിയെത്തിയത്. ഇപ്പോ ഷൈൻ ചെയ്യാൻ വന്ന നീല് ആകെ പെട്ടതുപോലെ ആയിരിക്കുകയാണ്. തികച്ചും അപ്രതീക്ഷിതമായി ഒരു അപരിചിതൻ അവിടെ വന്ന് ഷൈൻ ചെയ്തിരിക്കുകയാണ്. നമ്മൾ സാധാരണ അസൂയ കൂടുതലുള്ളത് പെൺകുട്ടികൾക്കാണ്, സ്ത്രീകൾക്കാണെന്നൊക്കെ പലപ്പോഴും പറയാറുണ്ട്. സത്യത്തിൽ അസൂയ കൂടുതലുള്ളത് ആർക്കാണെന്ന് നോക്കിയാൽ അത് മിക്കവാറും ആണുങ്ങൾക്കായിരിക്കും. ഇവിടെയും അത് തന്നെയാണ് സംഭവിക്കുന്നത്. പെമ്പിള്ളേരുള്ള സ്ഥലത്ത് ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ അപ്രതീക്ഷിതമായിട്ട് വന്നിട്ട് ഒരു സംഭവമായി മാറുകയാണെങ്കിൽ ബാക്കിയുള്ള പയ്യന്മാർക്കൊന്നും സൂഹിക്കത്തില്ല. നീലിനും നീലിന്റെ കൂടെ ഉള്ളവർക്കും ഏതാണ്ട് അതാണ് മൈൻഡ് സെറ്റ്. ഡസൻ റയസ് അവിടെ വന്ന് അങ്ങനെ ഒരു ഷോ കാണിച്ചത് ഉൾക്കൊള്ളാൻ അവർക്ക് അങ്ങോട്ട് പറ്റുന്നില്ല. പെൺകുട്ടികളും അബിഗലും ഒക്കെ ഡസൻ റയസിനെ കുറിച്ച് വാതോരാതെ സംസാരിക്കുന്നത് കേട്ട നീല് അവരോട് പറഞ്ഞു, ഹേ, നിങ്ങൾ ഈ പറയും പോലൊന്നും അല്ല കഥ. അകത്ത് സർ നെൽസൺ ഫോസ്റ്റ് ആണ് അയാളെ ഡീൽ ചെയ്യുന്നത്. നമുക്കിപ്പോ കാണാം എന്ത് സംഭവിക്കുമെന്ന്. ആ ഡസന്റെ കൈയും കാലും അവർ വെട്ടി ഓടിക്കും. എനിക്ക് തോന്നുന്നത് അയാള് ഏതെങ്കിലും ആശുപത്രിയിൽ അവസാനിക്കുമെന്നാണ്. നീലിന്റെ മനസ്സിലെ അസൂയ പൂർണ്ണമായും ആ വാക്കുകളിലൂടെ പുറത്തു വരികയാണ്. നീലിന്റെ വാക്കുകൾ കേട്ടപ്പോ അബിഗലിന്റെ കൂട്ടുകാരികൾ നീലിനോട് തർക്കിക്കുന്നുണ്ട്. ഏയ്, അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. അബിഗൽ ഈ സമയത്ത് ഒരു അക്ഷരം പോലും പറയാതെ ആ കരാക്ക ബാറിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. അവളുടെ കണ്ണുകൾ പൂർണ്ണമായും കരാക്ക ബാറിലാണെന്ന് പറയാം. ഡസൻ റൈസിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊരു ഭയം അവൾക്കുണ്ട്. അവളെയും അവളുടെ അച്ഛനെയും യഥാർത്ഥത്തിൽ അപമാനത്തിൽ നിന്ന് രക്ഷിച്ചത് ഡസൻ റൈസാണ്. ആ ഡസൻ റൈസിനെ രക്ഷിക്കാനുള്ള ചുമതല അവൾക്കും ഉണ്ട്. അതുകൊണ്ടുകൂടിയാണ് അവൾ ആ കരാക്ക ബാറിലേക്ക് നോക്കുന്നത്. അവൾ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് കരാക്ക ബാറിന്റെ വാതിൽ തുറന്ന് ഡസൻ റൈസ് പുറത്തേക്ക് വന്നു. ഡസൻ കൂളായിട്ട് നടന്ന് റോഡിലേക്ക് കയറുന്ന കണ്ടപ്പോ അബിഗൽ ആ റെസ്റ്റോറന്റിന്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഓടി. അബിഗൽ പുറത്തേക്ക് ഓടുന്ന കണ്ടപ്പോഴാണ് നീലും കൂട്ടരും പുറത്തേക്ക് നോക്കുന്നത്. അവരും ആ കാഴ്ച കണ്ടു. ഡസൻ റൈസ് റോഡിലേക്ക് നടന്നു വരികയാണ്. റോഡിലേക്ക് നടന്നു വരുന്ന ഡസൻ റൈസിന്റെ കാലിലും കയ്യിലും തലയിലും ഒക്കെ നീല് മാറി മാറി നോക്കുകയാണ്. ശേ, അവനൊരു കുഴപ്പമില്ലല്ലോ, ഇതെങ്ങനെ പറ്റി? അവനിനി സർ നെൽസന്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞു കാണുമോ? അതല്ലാതെ നെൽസൺ അയാൾ വെറുതെ വിടാൻ ഒരു സാധ്യതയുമില്ല. എന്നാലും കാല് പിടിച്ച് മാപ്പ് പറഞ്ഞാൽ നെൽസൺ അയാൾ ഉപദ്രവിക്കാതെ വിടുവോ? ഇനി നമ്മൾ കാണാത്ത ഭാഗത്തെങ്ങനെ അവനെ ഉപദ്രവിച്ച് കാണുമോ? അകത്ത് ശരിക്കും ഇടിയിട്ടിക്കാണും, ഷർട്ട് ഇട്ടിരിക്കുന്നുള്ള അറിയാത്തതാവും. പലതരത്തിലുള്ള അഭിപ്രായങ്ങളാണ് നെൽസന്റെ ഗ്രൂപ്പ് മുന്നോട്ട് വയ്ക്കുന്നത്. ഈ സമയത്ത് അബിഗൽ ഓടി പുറത്തെത്തി. അബിഗൽ റോഡിലേക്ക് ഓടി വരുന്നത് റോഡിന്റെ മറുഭാഗത്തെത്തിയ ഡസൻ കണ്ടു. ഡസൻ അബിഗലിനെ കണ്ടതും അബിഗലിനെ ചോദിച്ചു, ഏയ് അബിഗൽ, നീ വീട്ടിലേക്ക് പോയില്ലേ? ഇല്ല, ഞാൻ ഡസൻ വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ട് അബിഗൽ റോഡ് ക്രോസ് ചെയ്ത് ഡസൻ അടുത്തേക്ക് വന്നു. ഡസന് അടുത്തേക്ക് ഓടി വന്ന അബിഗൽ ഡസനോട് ചോദിക്കുകയാണ്, ഏയ് ഡസൻ, ഒന്നും സംഭവിച്ചില്ലല്ലേ? എന്ത് സംഭവിക്കാൻ? അല്ല സർ നെൽസൺ, ഏയ് അതൊക്കെ ചെറിയ പിള്ളേരല്ലേ. അങ്ങനെ പറഞ്ഞിട്ട് ഡസൻ അതുവഴി വന്ന ഒരു ടാക്സിക്ക് കൈ കാണിച്ചു. ടാക്സി നിർത്തിയപ്പോ ഡസൻ അബിഗലോട് ചോദിച്ചു, ഞാന് വീട്ടിലേക്കാണ്, നീ വരുന്നുണ്ടോ? ഞാൻ വരുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ട് അബിഗൽ ഓടി കാറിലേക്ക് കയറി. ഡസന് അബിഗലും കയറി കാറ് അവിടെ നിന്ന് മൂവ് ചെയ്യുമ്പോൾ നീലും കൂട്ടരും പുറത്തെത്തി. നീലും കൂട്ടരും പുറത്തെത്തപ്പോഴാണ് നമ്മുടെ നെൽസൺ ഫ്രോസ്റ്റും അയാളുടെ സഹോദരനും ഗുണ്ടകളും ഒക്കെ പുറത്തേക്ക് വരുന്നത്. നെൽസനെ കണ്ടതും നീല് ഓടി നെൽസൺ അടുത്തെത്തി. സർ നെൽസൺ, ഞാൻ നീലാണ്. എന്റെ അച്ഛൻ അങ്ങയുടെ സുഹൃത്താണ്. നിന്റെ അച്ഛനോ? അതാരാ? സർ ഫിലിപ്പ് ലാങ്. ഓ ഫിലിപ്പ് ലാങ്, എനിക്കറിയാം. ആ, നീ എന്താ വന്നേ?
സർ, ആ ഡസ്റ്റിൻ രക്ഷപ്പെട്ടു, ഞാൻ വേണമെങ്കിൽ അവനെ ഉള്ള സ്ഥലം കണ്ടുപിടിച്ചു തരാം. എന്തിന്? സർ, അവനുള്ള സ്ഥലം എനിക്കറിയാം, ഞാൻ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്ത് അവനെ അങ്ങയുടെ മുന്നിൽ എത്തിക്കാം. ഡസ്റ്റിൻ റൈസിനെ കുറിച്ച് നീല് പറഞ്ഞ വാചകം കേട്ടതും നെൽസൺ കൈ നിവർത്തി ഒരറ്റിയാടി. തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് നീലിന്റെ കവിളിൽ നെൽസന്റെ കൈ പതിഞ്ഞത്. അടിയേറ്റ് നീല് തറയിലേക്ക് വീണു. റോഡിലേക്ക് വീണ നീലിന്റെ പുറത്ത് കാലുമടക്കി ഒരു തൊഴിയൂടെ കൊടുത്തിട്ട് നെൽസൺ നീലിനോട് പറഞ്ഞു, നിന്റെ ഈ സ്വഭാവം എൻ്റെ അടുത്ത് എടുക്കണ്ട. അങ്ങനെ പറഞ്ഞിട്ട് നെൽസനും ടീമും മുന്നോട്ട് നടക്കുകയാണ്. അവിടെ കാറ് കിടക്കുന്ന ഭാഗത്തേക്കാണ് നടക്കുന്നത്. തറയിൽ വീട് കിടക്കുന്ന നീല് നടന്നു പോകുന്ന നെൽസനെയും അയാളുടെ അനുജനെയും കൂടെ ഉള്ളവരെയും അമ്പരപ്പോടെ നോക്കുകയാണ്. അവന് എന്താണ് സംഭവിച്ചെന്ന് ഒരു പിടിയുമില്ല. ഡസ്റ്റിൻ റൈസിനെ പിടിച്ചു കൊടുക്കാമെന്ന് അയാൾ ഒരു ഓഫർ വെച്ചപ്പോൾ അത് ഇഷ്ടപ്പെടാതെ നെൽസൺ അയാളെ അടിച്ചിരിക്കുകയാണ്. എന്താ അതിന്റെ കാരണം? നീലും കൂട്ടരും നെൽസൺ പോയി കഴിഞ്ഞപ്പോൾ അതിനെക്കുറിച്ചായി ചർച്ച. ഈ സമയത്ത് റോബിൻസന്റെ വസതിയിലേക്ക് ഡസ്റ്റിൻ റൈസും അബിഗലും മടങ്ങിയെത്തി. ഡസ്റ്റിനെ അബിഗലിനെ കണ്ടപ്പോൾ റോബിൻസന് ശരിക്കും സന്തോഷമായി. ഡസ്റ്റിൻ, ഞാൻ ആകെ ഭയന്നിരിക്കുകയായിരുന്നു. എന്തിനാ മിസ്റ്റർ റോബിൻസൺ ഭയക്കുന്നത്? അതൊരു ചെറിയ ടീമല്ലേ. അങ്ങനെ ഡസ്റ്റിൻ പറഞ്ഞപ്പോൾ റോബിൻസന്റെ മുഖത്ത് ശരിക്കും സന്തോഷം. ഡസ്റ്റിൻ, ഞാൻ നിങ്ങളുടെ മുറി അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ ഡസ്റ്റിനെ വിളിച്ച് ഡസ്റ്റിനെ മുറിയിലേക്ക് കൊണ്ടുവന്നു. ഡസ്റ്റിന്റെ മുറിയിലേക്ക് ഡസ്റ്റിന്റെ ബാഗ് കൊണ്ടുവയ്ക്കുമ്പോൾ ആ മുറി ഡസ്റ്റിന് ഇഷ്ടപ്പെട്ടു. എല്ലാ ആധുനിക സൗകര്യങ്ങളും ഉള്ള ഒരു നല്ല മുറിയാണ്. ഡസ്റ്റിനോട് സംസാരിച്ചിട്ട് റോബിൻസൺ ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് പോയി. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞതും അബിഗൽ ആ മുറിയിലേക്ക് വന്നു. മുറിയിലേക്ക് വന്ന അബിഗൽ പെട്ടെന്ന് വാതിലും അടച്ചു. ഏയ്, നീ എന്തിനാ വാതിലടച്ചത്? മിസ്റ്റർ ഡസ്റ്റിൻ, ഞാൻ ഒരു കാര്യം ചോദിക്കാനാണ് വന്നത്. അന്ന് നീ വാതിലടച്ചെന്തിനാ? അച്ഛൻ കേൾക്കാതിരിക്കാനാണ് ഞാൻ വാതിലടച്ചത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൾ നേരെ വന്ന് കട്ടിലിരുന്നു. 18-19 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു സുന്ദരിയായ പെൺകുട്ടി രാത്രിയിൽ ഒരു ചെറുപ്പക്കാരന്റെ മുറിയിൽ വന്ന് കട്ടിൽ കയറി അങ്ങനെ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ചെറുപ്പക്കാരന് ചില സംശയങ്ങളൊക്കെ തോന്നും. അതേ സംശയം ഡസ്റ്റിന് തോന്നിയെന്ന് ഡസ്റ്റിന്റെ മുഖം വിളിച്ചു പറയുകയാണ്. ഡസ്റ്റിൻ ലേശ അമ്പരപ്പോടെ അബിഗലിനെ നോക്കിയിട്ട് അബിഗലിനോട് ചോദിച്ചു, എന്താ നിന്റെ ഉദ്ദേശം? ഡസ്റ്റിൻ, എനിക്കൊരു സഹായം ചെയ്യണം. എന്ത് സഹായം? ഡസ്റ്റിൻ, എന്നെ അതൊക്കെ ഒന്ന് പഠിപ്പിക്കൂ. ഏതൊക്കെ? ഡസ്റ്റിൻ ആളുകളൊക്കെ അടിച്ചിട്ടില്ലേ, അതുപോലെ ആളുകളൊക്കെ അടിച്ചിടാൻ പറ്റുന്ന ശൈലിയിൽ എന്നെ ഒന്ന് പഠിപ്പിച്ചു തരൂ. അവൾക്ക് ഒരു മാർഷൽ ആർട്ടിസ്റ്റ് ആകണം, ഒരു ഫൈറ്റർ ആകണമെന്നാണ് അവൾ പറയാതെ പറയുന്നത്. അവൾക്ക് അതിന്റെ സംഭവങ്ങളൊന്നും അറിയത്തില്ല. ഡസ്റ്റിൻ ആളുകളൊക്കെ അടിച്ചിരുന്ന കണ്ടപ്പോൾ അതേപോലെ ആളുകളെ അടിച്ചിടാൻ ഒരു താല്പര്യം അബിഗലിനുണ്ട്. ഹേയ് അബിഗൽ, നീ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല കാര്യങ്ങൾ. മാർഷൽ ആർട്ടിസ്റ്റ് ആകാൻ എല്ലാവർക്കും പറ്റും. പക്ഷേ കുറച്ച് കപ്പാസിറ്റി ഉള്ള മിടുക്കരായ മാർഷൽ ആർട്ടിസ്റ്റ് ആകണമെങ്കിൽ നിന്റെ ഉള്ളിൽ ഒരു ഇന്റേണൽ എനർജി ഉണ്ടാക്കാൻ നിനക്ക് പറ്റണം. ഇന്റേണൽ എനർജിയോ? അതെന്താ ഡസ്റ്റിൻ? അത് ഈ മാർഷൽ ആർട്ടിസ്റ്റുകൾ രണ്ട് വിധത്തിലുണ്ട്. ഇന്റേണൽ എനർജി സ്വരൂപിക്കാൻ കഴിയുന്നവരും അല്ലാത്തവരും ഫിസിക്കൽ സ്ട്രെങ്ത് മാത്രം ഉപയോഗിച്ച് എതിരാളികളെ നേരിടുന്നവരാണ്. ഇന്റേണൽ എനർജി എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക പ്രതിഭാസമാണ്. നമ്മുടെ ശരീരത്തിനകത്ത് ഒരു ഊർജം അഡീഷണൽ ആയിട്ട് ഉണ്ടാകും. ആ ഊർജം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അതുവഴി നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കടക്കാം. നിന്റെ ശരീരത്തിന് അങ്ങനെ ഊർജം ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. അങ്ങനെ പറഞ്ഞിട്ട് ഡസ്റ്റിൻ അബിഗലിനോട് പറഞ്ഞു, നീ ഒന്ന് എണീറ്റ് നിൽക്ക്. അബിഗല് ഡസ്റ്റിൻ പറഞ്ഞ പോലെ എണീറ്റ് നിന്നു. കൈ നീട്ട്. അബിഗല് കൈ നീട്ടി. അബിഗലിന്റെ കൈയിലേക്ക് പിടിച്ച ഡസ്റ്റിന്റെ ശരീരത്തിൽ നിന്ന് ഇന്റേണൽ എനർജി അബിഗലിന്റെ ശരീരത്തിലേക്ക് പതുക്കെ കടത്തി തുടങ്ങി. കുറച്ച് ഇന്റേണൽ എനർജി അബിഗലിന്റെ ബോഡിക്കുള്ളിലേക്ക് ഡസ്റ്റിൻ ഒന്ന് കടത്തി. അങ്ങനെ കടത്തിയിട്ട് ഡസ്റ്റിൻ കൈയെടുത്തു. നമ്മുടെ ശരീരത്തിലേക്ക് ഇന്റേണൽ എനർജി ആരെങ്കിലും കടത്തി വിട്ടാൽ നമ്മുടെ ബോഡി അത് ഉൾക്കൊള്ളുമെങ്കിൽ ആ ബോഡിയിൽ ഉണ്ടാകുന്ന മാറ്റവും ഉൾക്കൊള്ളില്ലെങ്കിൽ ബോഡിയിൽ ഉണ്ടാകുന്ന മാറ്റവും വ്യക്തമായി അറിയാം. സ്വാഭാവികമായിട്ടും ഒരു അസ്വസ്ഥത അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരാളുടെ ബോഡിയിൽ ഉണ്ടാകും. ഡസ്റ്റിൻ കൗതുകത്തോടെ അബിഗലിനെ നോക്കിയതും അബിഗലിന്റെ മുഖത്ത് ഒരു ഭാവവുമില്ല. ഡസ്റ്റിൻ പ്രതീക്ഷിച്ച ഒരു ഭാവമാറ്റവും അബിഗലിലില്ല. ഡസ്റ്റിൻ പെട്ടെന്ന് അബിഗലിന്റെ ബോഡിയിൽ ഒന്ന് പിടിച്ചു. ഡസ്റ്റിനെ കടത്തിവിട്ട ഇന്റേണൽ എനർജിയുടെ ഒരു സൂചനയും അബിഗലിന്റെ ശരീരത്തിലില്ല. സംശയം തോന്നിയ ഡസ്റ്റിൻ വീണ്ടും കുറച്ചുകൂടി ശക്തമായി ഇന്റേണൽ എനർജി അബിഗലിന്റെ ശരീരത്തിലേക്ക് കടത്തിവിട്ടു. സെക്കൻഡുകൾ കഴിഞ്ഞിട്ട്
ഡസൻ വീണ്ടും അബികളുടെ ശരീരം പിടിച്ചു നോക്കിയപ്പോൾ ഇന്റേണൽ എനർജി അവിടെ ഇല്ല. അബികളുടെ ശരീരത്തിലേക്ക് ഡസൻ കൊടുത്ത ഇന്റേണൽ എനർജി അബികളുടെ ശരീരം വലിച്ചെടുത്തിരിക്കുകയാണ്. തികച്ചും അസംഭവ്യമാണ് ആ കാര്യം. ഒരു മാർഷൽ ആർട്ടിസ്റ്റിന് മാത്രമേ ഇന്റേണൽ എനർജി അങ്ങനെ വലിച്ചെടുക്കാൻ പറ്റൂ. അബിഗൽ ഒരു മാർഷൽ ആർട്ടിസ്റ്റ് അല്ല എന്ന് ഉറപ്പാണ്. എന്നിട്ടും അബികളുടെ ശരീരം ഡസ്റ്റിന്റെ ഇന്റേണൽ എനർജി ശക്തമായി വലിച്ചെടുത്തിരിക്കുന്നു. അതിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ. അബികളുടെ ശരീരത്തിനകത്ത് ഇന്റേണൽ എനർജി വലിച്ചെടുക്കാൻ കഴിയുന്ന എന്തോ ഒരു സംഭവമുണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ സാധ്യതയില്ല. കൃത്രിമമായിട്ട് ആരോ ഒരു സീൽ അബികളുടെ ശരീരത്തിനുള്ളിൽ ഒളിപ്പിച്ചിരിക്കുകയാണ്. ഒരു ജൈവ സീൽ. ആ സീലിന് ഇന്റേണൽ എനർജി വലിച്ചെടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അബികളുടെ ഉള്ളിൽ അബിഗല് പോലും അറിയാതെ ആരോ ഒരു സീൽ ഉറപ്പിച്ചിരിക്കുകയാണ്. ആ സീൽ അബിഗലിനുള്ളിൽ ഉറപ്പിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിൽ ഒരുപാട് രഹസ്യങ്ങൾ ഉണ്ടാകുമെന്ന് അർത്ഥം. ആരായവൾ? ആരായി അബിഗൽ? അബിഗൽ റോബിൻസൺ ശരിക്കും രഹസ്യങ്ങളുടെ ഒരു കഥാപാത്രമാണല്ലോ. അങ്ങനെ ഒരു തോന്നലാണ് ഡസൻ റൈസിന് പെട്ടെന്ന് ഉണ്ടായത്. ഡസൻ അബിഗലിനോടായി പറഞ്ഞു, അബിഗൽ, നിനക്ക് ഇന്റേണൽ എനർജി വലിച്ചെടുക്കാനുള്ള ഒരു ശേഷിയുണ്ട്. ഡസൻ, ഇന്റേണൽ എനർജി എനിക്ക് പക്ഷേ അറിയാൻ പറ്റുന്നില്ല. അബിഗലിന്റെ ചോദ്യം കേട്ടതും ഡസൻ അബിഗലിനോട് പറഞ്ഞു, ഞാൻ നിനക്ക് ഇന്റേണൽ എനർജി എങ്ങനെ ഉൽപ്പാദിപ്പിക്കണമെന്ന് പഠിപ്പിച്ചു തരാം. നീ അത് നന്നായി പഠിക്കുക. നന്നായി നീ പഠിച്ചിട്ട് ഇന്റേണൽ എനർജി ജനറേറ്റ് ചെയ്യാൻ നീ പഠിച്ചു കഴിഞ്ഞാൽ എന്നെ അറിയിക്കുക. അതിന്റെ സ്റ്റെപ്സ് ഞാൻ നിനക്ക് പറഞ്ഞുതരാം. അങ്ങനെ പറഞ്ഞിട്ട് ഡസ്റ്റിൻ ഒരു പേപ്പർ എടുത്ത് ഇന്റേണൽ എനർജി എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യേണ്ടതെന്ന് കൃത്യമായും അബിഗലിന് മനസ്സിലാക്കത്തക്ക ശൈലിയിൽ സ്റ്റെപ്പ് 1, 2 എന്ന് എഴുതി തുടങ്ങി. സ്റ്റെപ്പുകളായിട്ട് എഴുതി തുടങ്ങി. അനവധി സ്റ്റെപ്പുകളുണ്ട്. ആ സ്റ്റെപ്പുകളിൽ പറയുന്ന കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്താണ് ഒരാൾ ഒരു ഇന്റേണൽ എനർജി ജനറേറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആളായി മാറുന്നത്. സ്റ്റെപ്പുകളെല്ലാം എഴുതി കഴിഞ്ഞതും ഡസൻ ആ പേപ്പർ അവൾക്ക് കൊടുത്തു. ഇത് നീ കൊണ്ടുപോയി പ്രാക്ടീസ് ചെയ്യും. ശരിക്കും നീ ഇന്റേണൽ എനർജി ജനറേറ്റ് ചെയ്യുന്നു തോന്നുമ്പോൾ എന്നെ അറിയിച്ചാൽ മതി. ബാക്കി കാര്യങ്ങൾ ഞാൻ അപ്പോൾ പഠിപ്പിച്ചു തരാം. സന്തോഷത്തോടു കൂടിയാണ് അബിഗൽ റോബിൻസൺ ഡസ്റ്റിന്റെ മുറിയിൽ നിന്ന് പുറത്തേക്ക് പോയത്. പിറ്റേന്ന് നേരം വെളുത്ത് ഏകദേശം ഒരു 8 മണിയായപ്പോൾ നെൽസൺ ഫോസ്റ്റ് ഡസ്റ്റിനെ വിളിച്ചു. ഡസ്റ്റിൻ, നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ ലീഡറോട് പോയി സംസാരിച്ചു. ലീഡർ ഡസ്റ്റിനെ കാണണമെന്നാണ് പറയുന്നത്. ഡസ്റ്റിൻ, ഒരു ശ്രദ്ധ വേണം. ഞാൻ പറഞ്ഞത് ഇതുവരെ സമ്മതിച്ചിട്ടില്ല. ഓക്കെ, ഞാൻ എവിടെ വരേണ്ടത്? ഡസ്റ്റിൻ, ഞാൻ ഇന്നലെ പറഞ്ഞിടത്ത് തന്നെ നമ്മുടെ ദോജുവിലേക്ക് വരണം. രാവിലെ 9 മണിക്ക് തന്നെ അവരുടെ ദോജുവിൽ എത്താനാണ് നെൽസൺ ഫോസ്റ്റ് ഡസ്റ്റിനോട് പറഞ്ഞത്. ഡസ്റ്റിൻ കൃത്യം 9 മണിക്ക് തന്നെ അവിടെ എത്തി. അകത്തേക്ക് കടന്നു വരുന്ന ഡസ്റ്റിനെ ആ പരിശീലന കളരിയിലെ ചെറുപ്പക്കാരൊക്കെ വളരെ കൗതുകത്തോടെയാണ് കാണുന്നത്. അതിരാവിലെ പ്രാക്ടീസിന് വന്ന ഒത്തിരിയേറെ ആളുകൾ അവിടെയുണ്ട്. പ്രാക്ടീസ് കഴിഞ്ഞിട്ട് എല്ലാവരും കാത്തിരിക്കുകയാണ് ഡസ്റ്റിനെ കാണാൻ വേണ്ടി. അവർ രാവിലെ നെൽസൺ വഴി കഥകളൊക്കെ അറിഞ്ഞിരിക്കുകയാണ്. അവരുടെ ഫ്ലെയിം ഡ്രാഗൺ ഗ്രൂപ്പിന്റെ തലവനാകാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ രംഗത്ത് വന്നു എന്നുള്ള കാര്യം സ്വാഭാവികമായിട്ടും അവരറിയുമല്ലോ. അത് ആരായാലും അയാളൊന്ന് കാണണം. അതിനുവേണ്ടിയാണ് സകല ആളുകളും വന്നിരിക്കുന്നത്. ഈ വാർത്ത അറിഞ്ഞിട്ട് ആ ഗ്രൂപ്പിന്റെ തലവന്റെ ഒരു സുഹൃത്തും കൂടി വന്നിട്ടുണ്ട്. അയാളെ ഗ്രൂപ്പിന്റെ തലവൻ ഹാള് ഡസ്റ്റിന് പരിചയപ്പെടുത്തി. മിസ്റ്റർ ഡസ്റ്റിൻ, ഇത് പാട്രിക് ഹിൽ. പാട്രിക് ഹിലിനൊപ്പം 2 യുവതികളുമുണ്ട്. അവരൊരു ടീമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഹലോ മിസ്റ്റർ ഡസ്റ്റിൻ, നിങ്ങളെക്കുറിച്ച് മിസ്റ്റർ ഹാൾ എന്നോട് പറഞ്ഞായിരുന്നു. എൻ്റെ പേര് ഇവിടെ സൂചിപ്പിച്ചല്ലോ, പാട്രിക് ഹിൽ. ഡസ്റ്റിൻ, നിങ്ങൾ സത്യത്തിൽ ഹാളിന്റെ നേതൃത്വത്തെ വെല്ലുവിളിക്കാൻ തന്നെയാണോ വന്നിരിക്കുന്നത്? അങ്ങനെയൊന്നുമില്ല. ഫ്ലെയിം ഡ്രാഗൺ ഗ്രൂപ്പിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ എനിക്കൊരു കൗതുകം, അതുകൊണ്ട് ഞാൻ വന്നു എന്നുള്ളതേ ഉള്ളൂ. മിസ്റ്റർ ഡസ്റ്റിൻ, ഞാൻ പറയുന്നത് കൊണ്ട് തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല കാര്യങ്ങൾ. സാരമല്ല പാട്രിക്, ഒന്ന് നോക്കാം. അങ്ങനെ പാട്രിക്കിനോട് പറഞ്ഞിട്ട് ഡസ്റ്റിൻ നെൽസണൊപ്പം ആ റിങ്ങിലേക്ക് കയറി. റിങ്ങിൽ ഡസ്റ്റിനെ കാത്തു നിൽക്കുന്നത് ഒരു 4 ടീമാണ്. 4 പേരുടെയും മുഖം കണ്ടാൽ അറിയാം അവർ ഒരേ കുടുംബത്തിലെ ആളുകളാണെന്ന്, സഹോദരന്മാരാണ്.
ആ 4-അംഗ ടീമാണ് ഫ്ലെയിം ഡ്രാഗൺ ഗ്രൂപ്പിന്റെ കോർ എന്ന് പറയുന്നത്. അവർ എവിടെയെങ്കിലും രംഗത്തിറങ്ങിയാൽ പിന്നെ ഫ്ലെയിം ഡ്രാഗൺ ഗ്രൂപ്പിന് പരാജയം ഉണ്ടാകില്ല. ഫ്ലെയിം ഡ്രാഗൺ ഗ്രൂപ്പിന്റെ ട്രോജൻ ഹോഴ്സുകളാണ് അവരെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ 4 പേരെയും ചൂണ്ടിക്കാണിച്ചിട്ട് റോബർട്ട് ഹാൾ ഡസ്റ്റിനോട് പറഞ്ഞു, മിസ്റ്റർ ഡസ്റ്റിൻ, ഞാൻ ആദ്യമായിട്ടാണ് എന്റെ പൊസിഷൻ ആവശ്യപ്പെട്ടുകൊണ്ട് വരുന്ന ഒരാളുമായി സംസാരിക്കുന്നത്. ഏതായാലും നിങ്ങളുടെ ധൈര്യം ഞാൻ സമ്മതിക്കുന്നു. നിങ്ങളെ ഞാൻ ഈ ഗ്രൂപ്പിന്റെ തലവനാക്കാൻ സമ്മതിക്കാം. ഒരു സിമ്പിൾ കാര്യം നിങ്ങൾ ചെയ്താൽ മതി. ഈ 4 പേരെ നിങ്ങളൊന്ന് തോൽപ്പിച്ചാൽ നിങ്ങളെ ഞാൻ ഈ ഗ്രൂപ്പിന്റെ തലവനാക്കാം. ഒരു വിരോധമില്ലാതെ ഞാൻ അത് ചെയ്യാം. ഏകദേശം 1000-ഓളം അനുയായികളുള്ള 200-ഓളം അംഗങ്ങളുള്ള ഒരു വലിയ ഗ്രൂപ്പാണ് ഫ്ലെയിം ഡ്രാഗൺ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഫ്ലെയിം ഡ്രാഗൺ ഗ്രൂപ്പിന്റെ ഒരു വിങ്ങിനെയാണ് നെൽസൺ ഹോസ്റ്റ് നയിക്കുന്നത്. അതുപോലുള്ള അനവധി വിങ്ങുകൾ അവിടെയുണ്ട്. ആ എല്ലാ വിങ്ങിന്റെയും കൂടി തലവനാണ് റോബർട്ട് ഹാൾ. റോബർട്ട് ഹാള് സകല അംഗങ്ങൾ കേൾക്കുകയാണ് ആ ഉറപ്പ് കൊടുത്തത്. റോബർട്ട് ഹാൾ ഇരിക്കുന്ന പൊസിഷനിൽ ഡസൻ റൈസിന് ഇരിക്കാം. അതിന് ഡസൻ ചെയ്യേണ്ടത് സിമ്പിൾ കാര്യമാണ്, ആ 4 പേരെയും തോൽപ്പിക്കുക. അത് കേട്ടപ്പോൾ ഡസൻ റോബർട്ട് ഹാളിനോട് പറഞ്ഞു, ഓക്കെ, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ആ റിങ്ങിന് ചുറ്റുമുള്ള ഓഡിയൻസിനിടയിലുള്ള നെൽസന് മാത്രമാണ് യഥാർത്ഥത്തിൽ ഡസൻ റൈസിന് എത്ര ശക്തി ഉണ്ടെന്ന് അറിയാവുന്നത്. ഡസൻ ശരിക്കും ശക്തിമാനാണെന്ന് തലേ ദിവസത്തെ ആ സിംഗിൾ പ്രകടനത്തിലൂടെ നെൽസന് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ അപ്പോഴും നെൽസന്റെ ഉള്ളിൽ ഒരു സംശയമുണ്ട്. ആ സഹോദരന്മാർ ശരിക്കും അപകടകാരികളാണ്. ആ 4 പേർ ഒരുമിച്ച് ഡസ്റ്റിനെ നേരിടുമ്പോൾ ഡസ്റ്റിനെ പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്നൊരു സംശയം നെൽസനുണ്ട്. ആ സംശയം ഉണ്ടാക്കുന്ന ചോദ്യം നെൽസന്റെ മുഖത്ത് നമുക്ക് വായിച്ചറിയാം. നെൽസനെ ഒന്ന് നോക്കിയിട്ട് ഡസൻ റിങ്ങിലേക്ക് കയറി. ഡസൻ ആ 4 പേരോടായി പറഞ്ഞു, ഓക്കെ, നമുക്ക് ആരംഭിക്കാം. ആ 4-അംഗ ടീം ഡസനെ കണ്ട് ഒന്ന് ചിരിച്ചു. ആ 4-അംഗ ടീമിലെ മൂത്ത സഹോദരൻ ഡസ്റ്റിനോട് പറഞ്ഞു, ഇടോ, നീ ഭാഗ്യവാനാ. ഞങ്ങൾ 4 പേരെയും ഒരുമിച്ച് നേരിടാനുള്ള അവസരം സാധാരണ ഈ ഭൂമിയിൽ ആർക്കും കിട്ടുന്നതല്ല. അത് നിനക്ക് കിട്ടിയിരിക്കുന്നു എന്നുള്ളത് നിന്റെ ഭാഗ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. അത് കേട്ടപ്പോൾ ഡസ്റ്റ് ഒന്ന് ചിരിച്ചു. എനിക്കും ശരിക്കും സന്തോഷമുണ്ട്. 4 സഹോദരന്മാരെ ഒരുമിച്ച് നേരിടാൻ എനിക്കും അങ്ങനെ അവസരം കിട്ടാറില്ല. എന്തായാലും എൻ്റെ കൈയുടെ ചൂട് നിങ്ങൾ 4 പേരും ഒരുമിച്ച് അറിയുമ്പോൾ എനിക്കൊരു സന്തോഷം ഉണ്ടാകും. ആ സന്തോഷം കിട്ടാൻ വേണ്ടിയാണ് നിങ്ങൾ നേരിടുന്നത്. ഡസ്റ്റിന്റെ അനുയോജ്യമായ മറുപടി കേട്ടതും ആ സഹോദരന്മാരുടെ മുഖം ഒന്ന് കറുത്തു. അവന്മാർ ഒന്ന് മുഖത്തോട് മുഖം നോക്കിയിട്ട് പെട്ടെന്ന് ഒരു കോമ്പിനേഷനായി മാറുകയാണ്. ആ റിങ്ങിന്റെ 4 കോർണറിലേക്കാണ് അവർ മാറിയിരിക്കുന്നത്. അവരെന്തോ ഒരു കോമ്പിനേഷൻ ഫോം ചെയ്യുകയാണ്. 2 പേര് മുന്നോട്ട് കുതിക്കുമ്പോൾ 2 പേര് പുറകുവശം കാക്കുന്ന ഒരു ശൈലി. ഡസൻ റൈസിനെ അനങ്ങാൻ അനുവദിക്കാതെ പൂട്ടാനുള്ള ഒരു പരിപാടിയാണ്. വളരെ വിദഗ്ധമായിട്ടുള്ള ഒരു ഗെയിമാണ് അവർ കളിക്കുന്നത്. അവന്മാർ 2 പേർ പെട്ടെന്ന് മുന്നോട്ടൊന്ന് കുതിച്ചു. ആ 2 പേർ മുന്നോട്ടൊന്ന് കുതിച്ച് ഡസ്റ്റിന് അടുത്തെത്താറായിട്ട് പെട്ടെന്ന് തിരിഞ്ഞു മാറി. മുന്നോട്ട് ഓടി വന്നിട്ട് അതേ വേഗതയിൽ പിന്നോട്ട് മാറുമ്പോഴേക്കും ഡസ്റ്റിന്റെ പുറകുവശത്തുണ്ടായിരുന്ന ആ കോർണറുകളിലെ 2 പേർ ഡസ്റ്റിന്റെ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു. മുമ്പിലുണ്ടായിരുന്ന 2 പേരുടെയും ലക്ഷ്യം ഡസ്റ്റിന്റെ ശ്രദ്ധ തെറ്റിക്കുക എന്നുള്ളതാണ്. പിന്നിലെത്തിയ ആ 2 പേർ ഡസ്റ്റിന്റെ പുറകിലെത്തിയതും അതിശക്തമായി ആഞ്ഞ് ഓരോ ഇടിയും 2 പേരും 2 മൂലയിൽ നിന്നായി ഡസ്റ്റിന്റെ ബോഡിയിലേക്ക് ആഞ്ഞിടിച്ചതാണ്. ഈ കാഴ്ച മുന്നിലെത്തി പിന്നോട്ട് മാറിയ ആ 2 സഹോദരന്മാരെ കാണുന്നുണ്ട്. അവരുടെ മുഖത്ത് ഒരു പുഞ്ചിരിയുണ്ട്. ശരിക്കും വളരെ വിദഗ്ധമായി ഡസ്റ്റിനെ അവർ കബളിപ്പിച്ചിരിക്കുകയാണ്. നെൽസൺ ഫോസ്റ്റും ആ കാഴ്ച കണ്ടു. നെൽസന് ആ അറ്റാക്ക് വിളിച്ചു പറയാൻ പറ്റുന്നതിന് മുമ്പ് ഇടി നടന്നു കഴിഞ്ഞു. ശരിക്കും ശബ്ദമുണ്ടാക്കിക്കൊണ്ടാണ് ആ ഇടി ഉണ്ടായത്. പക്ഷേ അടുത്ത നിമിഷത്തിൽ ആ എൻറ്റയർ ഏരിയയും വല്ലാത്തൊരു മൈൻഡ് സെറ്റിലേക്ക് മാറുകയാണ്. അവിടെ ഇരിക്കുന്ന മുഴുവൻ ആ മാർഷൽ ആർട്ടിസ്റ്റുകളും
ശരിക്കും അവിശ്വസനീയമായ എന്തോ കാഴ്ച കണ്ടതുപോലെ ആ റിങ്ങിലേക്ക് നോക്കുകയാണ്. ഡസൻ റൈസ് അങ്ങനെ തന്നെ നിൽക്കുകയാണ്, നിന്ന സ്ഥലത്ത് തന്നെ നിൽക്കുകയാണ്. പക്ഷെ അയാളെ ഇടിച്ച 2 പേരും ഇപ്പോ ആ റിങ്ങിന്റെ പുറകിലായി മൂലയിൽ തറയിൽ കിടക്കുകയാണ്. 2 പേരും അതിശക്തമായി ഡസ്റ്റിനെ ആഞ്ഞിടിക്കുന്നത് എല്ലാവരും കണ്ടതാണ്. ഇടിച്ച നിമിഷത്തിൽ എന്തോ ഒരു റിഫ്ലക്സ് ആക്ഷൻ ഉണ്ടായതുപോലെ അവർ പുറകോട്ട് തെറിക്കുകയായിരുന്നു. തെറിച്ച് പുറകിലെ റിങ്ങിന്റെ കമ്പിൽ തട്ടി അകത്തേക്ക് അവർ വീണിരിക്കുകയാണ്. തറയിൽ വീണ് കിടക്കുന്ന അവന്മാർ അവിശ്വസനയോടുകൂടി അവരുടെ കൈകളിലേക്ക് നോക്കുകയാണ്. 2 പേരും വലത് കൈ ഉപയോഗിച്ചാണ് ഇടിച്ചത്. 2 പേരുടെയും കണ്ണുകൾ അവരുടെ വലത് കൈയിലാണ്. അവരുടെ വലത് കൈ ഏതാണ്ട് ഒടിഞ്ഞിരിക്കുകയാണ്. അവന്മാരുടെ കയ്യിൽ ആരും തൊട്ടില്ല. അവന്മാർ ഡസ്റ്റിന്റെ മുതുകിൽ ഇടിച്ചു എന്നുള്ളത് മാത്രമാണ് ആകെ സംഭവിച്ച കാര്യം. പക്ഷെ ആ കൈ ആകെ തകർന്നിരിക്കുകയാണ്. ആ കൈ ഒടിഞ്ഞിട്ട് കൈക്കൂടി രക്തം ഒലിച്ചിറങ്ങുകയാണ്. എന്താണ് സംഭവിച്ചതെന്ന് മുന്നിൽ നിൽക്കുന്ന ആളുകൾക്ക് മനസ്സിലായിട്ടില്ല. ഒരു നിമിഷം കണ്ണുകൾ കൊണ്ട് പരസ്പരം നോക്കിയ അവന്മാർ ഇനി ഒരു ഗെയിമിനും സമയമില്ല എന്ന് കരുതി മുന്നോട്ട് കുതിക്കുകയും ആഞ്ഞ് ഡസ്റ്റിനെ ഇടിക്കുകയും ചെയ്തു. നേരത്തെ കക്ഷികൾക്ക് സംഭവിച്ച അതേ കാര്യം അവന്മാർക്ക് സംഭവിച്ചു. അവന്മാരും പുറകോട്ട് തെറിച്ചു. അവന്മാരും റിങ്ങിലിടിച്ച് താഴേക്ക് വീണു. കൃത്യം 1/2 മിനിറ്റ് ആയപ്പോ 4 പേരും താഴെ കിടക്കുകയാണ്. 4 പേരുടെയും വലത് കൈകൾ ഒടിഞ്ഞിട്ടുണ്ട്, കൈ നുറുങ്ങിയിട്ടുണ്ട്, ദേഹം മുഴുവൻ വല്ലാത്തൊരു വിറയിൽ അവർക്ക് അനുഭവപ്പെടുകയാണ്. അവർക്ക് 4 പേർക്കും റിങ്ങിന് എണീക്കാൻ പറ്റുന്നില്ല. ഈ സമയത്ത് ആ റിങ്ങിന് ചുറ്റുമുള്ള മുഴുവൻ ആളുകളും എണീറ്റ് നിൽക്കുകയാണ്. ശ്വാസം പോലും വിടാനാകാതെ ആ മുഴുവൻ ആളുകളും റിങ്ങിൽ നിൽക്കുന്ന ഡസ്റ്റിനെ തന്നെ നോക്കുകയാണ്. ഡസ്റ്റിൻ ആ റിങ്ങിന് ചുറ്റുമുള്ള ആളുകളേക്ക് നോക്കിയിട്ട് അവരോട് ചോദിച്ചു, ഇനി ആരാ വരുന്നത്? അതൊരു ചോദ്യമാണ്. ഇനി ആരാണ് റിങ്ങിലേക്ക് വരുന്നത്? ഒരക്ഷരം പോലും മിണ്ടാതെ സകലരും പെട്ടെന്ന് തലകുനിച്ചു. ഡസൻ റൈസിനോട് റിങ്ങിൽ കയറി എതിരിടാൻ ഒരു ഭയം ആ 1/2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ റിങ്ങിന് ചുറ്റുമുള്ള മുഴുവൻ ആളുകൾക്കും അനുഭവപ്പെടുകയാണ്. റോബർട്ട് ഹാളിനെ നോക്കി ഡസൻ റോബർട്ട് ഹാളിനോട് ചോദിച്ചു, അപ്പോ ഇനി മുതൽ ഞാനാണ് ഈ ഫ്ലെയിം ഡ്രാഗൺ ഗ്രൂപ്പിന്റെ ഹെഡ്, അങ്ങനെയല്ലേ മിസ്റ്റർ റോബർട്ട് ഹാൾ? അതെ 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 അങ്ങനെയാണ്. റോബർട്ട് ഹാളിന് അങ്ങനെ പറയാൻ പറ്റൂ, കാരണം അയാൾ കൊടുത്ത വാക്കാണ്, അയാൾക്ക് നടപ്പിലാക്കിയേ പറ്റൂ. റോബർട്ട് ഹാളിന്റെ ആ ഡയലോഗ് കേട്ടതും ഡസൻ ഒന്ന് ചിരിച്ചു. ഡസൻ ചിരിച്ചുകൊണ്ട് റിങ്ങിൽ നിന്ന് താഴോട്ട് നടന്നു വരികയാണ്. നടന്നു വരുന്നതിനിടയിൽ ഡസൻ റോബർട്ട് ഹാളിനോട് പറഞ്ഞു, മിസ്റ്റർ ഹാൾ, നിങ്ങൾ പക്ഷേ വിഷമിക്കണ്ട, ഞാനാണ് ഈ ഫ്ലെയിം ഡ്രാഗൺ ഗ്രൂപ്പിന്റെ ഹെഡെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ കീഴിൽ തന്നെയായിരിക്കും ഈ എൻറ്റയർ ഗ്രൂപ്പും. പേരിന് ഞാനാണ് ലീഡർ, അത്രയേ ഉള്ളൂ. ഭരണം പൂർണ്ണമായും ഹാളിന് തന്നെ ആയിരിക്കുമെന്ന് ഡസൻ പറഞ്ഞപ്പോൾ ഹാളിന് ശരിക്കും സന്തോഷമായി. ഹാൾ സന്തോഷത്തോടു കൂടി ഡസനോട് പറഞ്ഞു, ഡസൻ അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് ട്രീറ്റ് ചെയ്യാം. പുതിയ ലീഡറെ തിരഞ്ഞെടുത്തത് പ്രമാണിച്ച് റോബർട്ട് ഹാള് ഒരു ട്രീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഡസൻ സമ്മതിച്ചു. ഡസനും റോബർട്ട് ഹാളും പാട്രിക്കിനൊപ്പമുള്ള ആ പെൺകുട്ടികളും മറ്റ് ലീഡേഴ്സുമായിട്ട് റോഡ് ക്രോസ് ചെയ്ത് ഒരു 3 നിലയുള്ള ബിൽഡിങ്ങിലേക്ക് കയറി. അതിന്റെ 3ാമത്തെ നിലയിലാണ് റെസ്റ്റോറൻറ്റ്. അവിടേക്കാണ് ഡസ്റ്റിനും ടീമും എത്തിയത്. അത് വെറുമൊരു റെസ്റ്റോറൻറ്റ് അല്ല, അത്യാവശ്യം ബിയർ സപ്ലൈയും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അവരെ സ്വീകരിക്കാനായി ഉണ്ടായിരുന്നത് ഒരു സുന്ദരിയായ യുവതിയാണ്. ആ യുവതി ചിരിച്ചുകൊണ്ട് എല്ലാവരെയും അവിടേക്ക് ഇൻവൈറ്റ് ചെയ്തു. മിസ്റ്റർ ഹാൾ പ്ലീസ് കം, അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അവര് ക്ഷണിക്കുന്നത്. റോബർട്ട് ഹാളുമായി നല്ല അടുപ്പമുള്ള ഒരു ലേഡിയാണ് അതെന്ന് ഒറ്റ നോട്ടത്തിൽ വ്യക്തമാണ്. അവരുടെ 2 പേരുടെയും കണ്ണുകൾ തമ്മിൽ ഇടയുന്നത് ഡസ്റ്റിൻ കണ്ടു. ആ റെസ്റ്റോറന്റിന് നേരെ എതിരെയാണല്ലോ റോബർട്ട് ഹാളിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ ഒരു ബന്ധമുണ്ടാകുമെന്ന് ഡസ്റ്റിന് ആ നിമിഷം തോന്നുകയും ചെയ്തു. കുശലാന്വേഷണം കഴിഞ്ഞപ്പോൾ സാധനങ്ങൾ അവിടെ എത്തി. വൈൻ ബോട്ടിൽ പൊട്ടിച്ച് ആ വൈൻ ബോട്ടിൽ ഡസ്റ്റിന്റെ മുന്നിലേക്ക് ഒഴിച്ചു വെച്ചു. ഡസ്റ്റിന്റെ മുന്നിലേക്ക് വൈൻ ഒഴിച്ചു വെച്ചു. അതുപോലെ റോബർട്ട് ഹാളിന്റെ മുന്നിലേക്ക് വൈൻ ഒഴിച്ചു. വൈൻ ഒഴിച്ചു വെച്ചതും റോബർട്ട് ഹാൾ ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ കുടിക്ക്. വൈൻ കയ്യിൽ എടുത്തിട്ട് ഡസ്റ്റിൻ പെട്ടെന്ന് ആ വൈൻ താഴെ വെച്ചു. ഡസ്റ്റിൻ എന്താ കുടിക്കാത്തെ? കുടിക്കാൻ വരട്ടെ. മിസ്റ്റർ റോബർട്ട് ഹാൾ, നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ഈ
ഫ്ലെയിം ഡ്രാഗൺ ഗ്രൂപ്പ് എന്നെ ഏൽപ്പിച്ചത് നന്നായി. പക്ഷെ നിങ്ങൾ അത് മാത്രമേ എന്നെ ഏൽപ്പിച്ചുള്ളൂ. നിങ്ങളുടെ ഗേൾ ഫ്രണ്ടിനെ എനിക്ക് ഇതുവരെ തന്നില്ല. ഡസൻ, നിങ്ങൾ എന്താ ഈ പറയുന്നേ? ഹേയ് റോബർട്ട്, നമ്മളിപ്പോ സുഹൃത്തുക്കളല്ലേ, പങ്കുവെക്കുമ്പോൾ എല്ലാം പങ്കുവെക്കണമല്ലോ. എന്തായാലും നിങ്ങളുടെ ഫ്ലെയിം ഡ്രാഗൺ ഗ്രൂപ്പ് ഞാനുമായി പങ്കുവെച്ചല്ലോ. ഇനി നിങ്ങളെ ഗേൾ ഫ്രണ്ടിനെ കൂടെ പങ്കുവെക്കേ. അവള് 2 ദിവസം എന്നോടൊപ്പം കഴിയട്ടെ. റോബർട്ട് ഹാളിന്റെ ഗേൾ ഫ്രണ്ട് ഇതൊക്കെ കേട്ടുകൊണ്ട് തൊട്ടടുത്ത് നിൽക്കുകയാണ്. ആ ഗേൾ ഫ്രണ്ടാണ് നേരത്തെ അവരെ അവിടേക്ക് സ്വാഗതം ചെയ്തത്. ഒരു അടിപൊളി സുന്ദരിയാണ്. ഡസൻ റൈസിന്റെ ആ വാക്കുകൾ സ്വാഭാവികമായിട്ടും ആ മുറിയിൽ വല്ലാത്തൊരു അന്തരീക്ഷം ഉണ്ടാക്കുകയാണ്. പാട്രിക് ഹില്ലും അയാൾക്കൊപ്പമുള്ള അയാളുടെ സുഹൃത്തുക്കളായ ആ സ്ത്രീകളൊക്കെ വല്ലാത്ത അമ്പരപ്പോടുകൂടി ഡസനെ തന്നെ നോക്കുകയാണ്. സകലരുടെയും മുഖം ഒരു കാര്യം വിളിച്ചു പറയുകയാണ്. അവിശ്വസനീയമായ എന്തോ അവർ കേട്ടിരിക്കുന്നു. വിശ്വസിക്കാനാവാതെ സകലരും അമ്പരപ്പോടെ ഡസൻ നോക്കുന്നത് കണ്ടതും ഡസൻ റോബർട്ട് ഹാളിനോട് പറഞ്ഞു, മിസ്റ്റർ റോബർട്ട്, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? റോബർട്ട് ഹാളിനോട് ഡസൻ അങ്ങനെ ചോദിച്ചപ്പോ ഡസനോടായി റോബർട്ട് ഹാൾ പറഞ്ഞു, മിസ്റ്റർ ഡസൻ, നിങ്ങൾ ആ ബിയർ എടുത്ത് കുടിക്കുക. ചിരിച്ചുകൊണ്ടാണ് റോബർട്ട് അത് പറഞ്ഞത്. റോബർട്ട് ചിരിച്ചുകൊണ്ട് അങ്ങനെ പറഞ്ഞതും ചിരിച്ചുകൊണ്ട് തന്നെ ഡസൻ വീണ്ടും റോബർട്ടിനോട് പറഞ്ഞു, ഹേയ് റോബർട്ട്, പറയാതെ ഇരിക്കാൻ വയ്യ കേട്ടോ. നിങ്ങളുടെ ഈ ഗേൾ ഫ്രണ്ട് ആള് അടിപൊളിയാണ്, ആള് സുന്ദരിയാണ്. അവള് എന്നോടൊപ്പം കഴിഞ്ഞാൽ ആള് സന്തോഷവതിയാവും. ഡസൻ റൈസ് വീണ്ടും അങ്ങനെ പറഞ്ഞപ്പോ നമ്മുടെ പോസ്റ്റിന്റെ മുഖത്തൊക്കെ രക്തമുണ്ടോ എന്ന് പോലും സംശയം തോന്നും. അയാളുടെ മുഖത്ത് നിന്നൊക്കെ രക്തം വാർന്നു പോയിരിക്കുകയാണ്. പാട്രിക്കിനൊപ്പമുള്ള പെമ്പിള്ള വല്ലാത്ത ക്ഷോഭത്തോടുകൂടി ഡസനോട് ചോദ്യം ചെയ്തു, ഡസൻ, നിങ്ങൾ എന്തായി പറയുന്നത്? ഇങ്ങനെയാണോ ആളുകളോട് സംസാരിക്കുന്നത്? ആരെങ്കിലും ഗേൾ ഫ്രണ്ടിനെ വിട്ടു തന്നെ അയാളോട് തന്നെ പറയൂ ആരെങ്കിലും? ഹേയ്, ഞാൻ ആരോടൊന്നല്ലല്ലോ പറയുന്നത്, ഞാൻ മിസ്റ്റർ റോബർട്ടിനോടല്ലേ പറയുന്നത്. ഞങ്ങളെല്ലാം പങ്കുവെക്കുന്നവരല്ലേ. അല്ല റോബർട്ട്, ഞാൻ സീരിയസ് ആയിട്ട് പറയുകയാണ്. അങ്ങനെ പറഞ്ഞപ്പോ റോബർട്ട് ഡസനോട് പറഞ്ഞു, ഡസൻ ബിയർ കുടിക്ക്. ചിരിച്ചുകൊണ്ട് റോബർട്ട് ഹാൾ പിന്നെയും പറയുന്നത്. അയാൾക്ക് ഇറിറ്റേഷൻ തോന്നത്തക്ക ഒരു ഡയലോഗാണ് ഡസൻ യഥാർത്ഥത്തിൽ പറഞ്ഞത്. പക്ഷെ അയാൾക്ക് ഇറിറ്റേഷൻ ഒന്നും വരുന്നില്ല. ഡസന്റെ തമാശ അയാൾ ഉൾക്കൊണ്ടതുപോലെ ഒരു തോന്നൽ എല്ലാവർക്കും ഉണ്ടാവുകയാണ്. അയാൾ ചിരിച്ചുകൊണ്ട് അങ്ങനെ പറഞ്ഞതും ഡസൻ റോബർട്ട് ഹാളിനോട് പറഞ്ഞു, ഹേയ് റോബർട്ട്, നിങ്ങൾ സമ്മതിക്കുന്നോ ഇല്ലയോ? റോബർട്ട്, ഞാൻ 3 വരെ എണ്ണം, അതിനിടയിൽ നിങ്ങൾ സമ്മതിക്കണം. നിങ്ങളുടെ ഗേൾ ഫ്രണ്ടിനെ നിങ്ങൾ തന്നെ എനിക്ക് വിട്ടുതരുന്നോ ഇല്ലയോ? 1. ഡസൻ പെട്ടെന്ന് എണ്ണുകൂടെ ചെയ്തപ്പോ പാട്രിക് ഉൾപ്പെടെ എല്ലാവരും അന്തം വിട്ട് നിൽക്കുകയാണ്. 2. എന്താണ് ഡസൻ ചെയ്യണമെന്ന് ആർക്കൊരു പിടിയില്ല. ഡസൻ അതാ പിന്നെ എണ്ണുകയാണ്. 3 ഡസനെ എണ്ണിയതും നമ്മൾ അത്ഭുതകരമായ ഒരു രംഗം കാണുകയാണ്. ഡസന്റെ മുൻവശത്തിരുന്ന ആ ടേബിളിലെ ഒരു ഫോർക്ക് ഡസന്റെ കയ്യിലേക്ക് വന്നു. ആ ഫോർക്ക് പെട്ടെന്ന് ഡസൻ നേരെ എതിർവശത്തിരിക്കുന്ന ഹാളിനെ കഴുത്തിൽ കൂടെ കുത്തിയങ്ങ് ഇറക്കി. ശരിക്കും അമ്പരപ്പിക്കുന്ന വേഗതയിൽ ഡസൻ ആ ഫോർക്ക് എടുക്കുകയും ഹാളിന്റെ കഴുത്തിൽ കൂടെ കുത്തി ഇറക്കിയായിരുന്നു. കഴുത്തിൽ കൂടി ആ ഫോർക്ക് കയറി ഇറങ്ങിയതും റോബർട്ട് ഹാൾ ഒന്ന് കുനിഞ്ഞു. അയാളുടെ കഴുത്ത് പൊത്ത് ആ ഫോർക്ക് മറുഭാഗത്ത് വന്നിരിക്കുകയാണ്. ശ്വാസം നിലച്ചു പോകുന്ന ഒരു നിമിഷം. എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും ഒരു പിടിയില്ല. റോബർട്ട് ഹാളിനെ എന്തിന് ഡസൻ ഈ ശൈലിയിൽ കുത്തിക്കൊല്ലണം? ഡസൻ ശക്തനാണെന്ന് നേരത്തെ പ്രൂവ് ചെയ്തു. ശക്തനാണെന്ന് കരുതി ഈ ശൈലിയിൽ പ്രതികരിക്കേണ്ട എന്ത് കാര്യമാണ് ഉള്ളത്? അതും ഗേൾ ഫ്രണ്ടിന് വിട്ടുകൊടുക്കാൻ വിസമ്മതിച്ചുകൊണ്ട് ഒരാളെ കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ തികച്ചും അവിശ്വസനീയമായ എന്തോ കണ്ടതുപോലെ ഒരു മുഖഭാവമാണ് എല്ലാവർക്കും ഉള്ളത്. പെട്ടെന്ന് ആ മുറിയിൽ ഒരു ശബ്ദം ഉയർന്നത് പാട്രിക്കിന്റെയാണ്. പാട്രിക് ഡസനോട് ചോദിച്ചു, ഡസൻ, എനിക്ക് മനസ്സിലാകുന്നില്ല, എന്താ ചെയ്തേ? പാട്രിക്കിന്റെ ചോദ്യം കേട്ടതും ഡസൻ അയാളുടെ സ്ലീവിനിടയിൽ നിന്ന് ഒരു സിൽവർ നീഡിൽ പുറത്തേക്ക് എടുത്തു. ആ സിൽവർ നീഡിൽ പാട്രിക്കിനൊന്ന് കാണിച്ചിട്ട് ഡസന്റെ മുന്നിലുള്ള ആ വൈൻ ഗ്ലാസ്സിലേക്ക് ഇട്ടു. ആ വൈൻ ഗ്ലാസ്സിലേക്ക് ഡസൻ ആ നീഡിൽ താഴ്ത്തി. അല്പസമയം കഴിഞ്ഞിട്ട് ഡസൻ ആ നീഡിൽ വലിച്ച് പുറത്തേക്ക് എടുത്തു.
നീഡിലിന്റെ അറ്റം പൂർണ്ണമായും കറുത്തിരിക്കുകയാണ്. ഡസൻ, നിങ്ങൾ പറയുന്ന വൈനകത്ത് വിഷമുണ്ടെന്നാണോ? ആ കാഴ്ച കണ്ട നിമിഷത്തിൽ തന്നെ പാട്രിക് അറിയാതെ ചോദിച്ചു പോവുകയാണ്. അതെ, വൈനിൽ വിഷമുണ്ട്. ഡസൻ, നിങ്ങൾക്ക് എങ്ങനെയത് മനസ്സിലായി? പാട്രിക്, ഈ വൈൻ പൊട്ടിച്ചപ്പോൾ തന്നെ ഒരു പ്രത്യേക ഗന്ധം നിങ്ങൾ ശ്രദ്ധിച്ചല്ലേ? അതെ, ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഡസൻ പറഞ്ഞ കാര്യം അവിടെ ഇരിക്കുന്ന എല്ലാവരും ശ്രദ്ധിച്ചതാണ്. ഒരു പ്രത്യേക ഗന്ധമുണ്ടായിരുന്നു. അതെ അതെ, ഈ വൈൻ വിഷം കലർത്തിയതാണ്. ഈ വൈനിന്റെ പ്രതിവർഷം ഹാള് നേരത്തെ കഴിച്ചിരുന്നു. അയാൾക്ക് കുഴപ്പമൊന്നും വരില്ല. അയാള് എനിക്ക് നൽകിയ ഈ വൈനകത്ത് അയാൾക്കുള്ള വൈനിലും മാത്രമാണ് വിഷം കലർത്തിയത്. നിങ്ങൾക്കുള്ളിലൊന്നും ഉണ്ടായിരുന്നില്ല. അക്കാര്യം അപ്പോഴാണ് അവരൊക്കെ ശ്രദ്ധിക്കുന്നത്. ഡസൻ, നിങ്ങൾക്ക് ഇതെങ്ങനെ മനസ്സിലായത്? ഞാൻ ഈ അകത്തേക്ക് വന്നപ്പോൾ മുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. മിസ്റ്റർ ഹാളും അയാളുടെ ഗേൾ ഫ്രണ്ടും തമ്മിൽ കണ്ണുകൊണ്ട് സംസാരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. അയാള് കണ്ണുകൊണ്ട് ഒരു പ്രത്യേക സംജ്ഞ അവർക്ക് കൊടുത്തിരുന്നു. ഡസൻ, കൃത്യമായിട്ട് ഇതെങ്ങനെ മനസ്സിലാക്കിയേ? നമുക്ക് ഒരു പാർട്ടി നൽകാമെന്ന് പറഞ്ഞത് റോബർട്ട് ഹാൾ അല്ലേ? റോബർട്ട് ഹാള് നമുക്കൊപ്പം പുറത്തേക്ക് വന്നിട്ട് പെട്ടെന്ന് വീണ്ടും അയാളുടെ മുറിയിലേക്ക് പോയില്ലേ? അതെ അതെ, നമ്മൾ അയാൾക്ക് വേണ്ടി റോഡ് സൈഡിൽ കാത്തു നിന്നിരുന്നു. കൃത്യം ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടല്ലേ അയാൾ മടങ്ങി വന്നത്. ആ സമയത്ത് അയാൾ ഈ പ്ലാൻ നടപ്പിലാക്കിയിരുന്നു. അയാളുടെ ഗേൾ ഫ്രണ്ടുമായി എനിക്കെതിരെ ഒരു പ്ലാൻ ഉണ്ടാക്കിയതാണ്. ആ പ്ലാനിന്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങളൊക്കെ നടന്നത്. എനിക്ക് ഒരു സംശയം തോന്നിയത് നമ്മൾ ഈ റെസ്റ്റോറൻറ്റിലേക്ക് കടക്കുമ്പോഴാണ്. അവരുടെ കണ്ണുകൾ തമ്മിൽ ഇടഞ്ഞ് ഞാൻ കണ്ടിരുന്നു. പിന്നെ കൃത്യമായിട്ടും എനിക്ക് എങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചാൽ, വൈൻ ഒഴിച്ചപ്പോൾ ആ വൈനകത്ത് വിഷം ചേർത്തിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കി. ആ വിഷത്തിന്റെ ഗന്ധം എനിക്ക് അറിയാവുന്ന ഗന്ധമാണ്. അതാണ് പ്രധാന കാരണം. ഡസൻ അങ്ങനെ സംസാരിച്ചതും പെട്ടെന്ന് പാട്രിക്കിന് ഒരു ഫോൺ വന്നു. ഫോൺ എടുത്ത് സംസാരിച്ച് പാട്രിക്കിന്റെ മുഖം വിവരണമാകുന്ന ഡസൻ കണ്ടു. ഡസൻ പാട്രിക്കിനോട് ചോദിച്ചു, ഏയ് എന്തു പറ്റി? ഡസൻ, എൻ്റെ അച്ഛന് നല്ല സുഖമില്ല, ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. അച്ഛൻ എന്തോ പറ്റിയ? അച്ഛൻ എന്തു പറ്റി? അച്ഛനെ എണീക്കാൻ പറ്റുന്നില്ല, അച്ഛനാകെ സ്തംഭിച്ചതുപോലെയാണ്, അനക്കമില്ലാതെ കിടക്കുകയാണെന്നാ പറഞ്ഞത്. പാട്രിക്, ഒരു കാര്യം ചെയ്യ്, അച്ഛന് തീരെ നിവൃത്തിയില്ലെന്ന് തോന്നുകയാണെങ്കിൽ ഈ ഗുളിക അച്ഛന് കൊടുക്ക്. കറുത്ത നിറത്തുള്ള ജെമിഫിന്റെ ഒരു ടാബ്ലറ്റ് ഡസൻ പാട്രിക്കിന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. ഡസൻ റയസ് ഡോക്ടറാണെന്നുള്ള കാര്യം പാട്രിക്കിന് അറിയത്തില്ല. പാട്രിക്കിന്റെ കയ്യിലേക്ക് ആ ഗുളിക വെച്ചു കൊടുക്കാൻ തോന്നിയ ഡസന്റെ ആ മനസ്സിന് നന്ദി പറഞ്ഞുകൊണ്ട് പാട്രിക് ഹിൽ വേഗം തന്നെ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി. ഈ സമയത്താണ് ഡസൻ ആ മുറിയുടെ മൂലയിൽ പതുങ്ങി നിൽക്കുന്ന നെൽസൺ ഫ്രോസ്റ്റിനെ ശ്രദ്ധിക്കുന്നത്. നെൽസൺ ആകെ സ്തംഭിച്ച് നിൽക്കുകയാണ്. അവിടെ നടന്ന കാര്യങ്ങൾ അയാൾക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അയാളുടെ ഇതുവരെയുള്ള തലവനായിരുന്നു സാക്ഷാൽ റോബർട്ട് ഹാൾ. ആ റോബർട്ട് ഹാളിനെയാണ് ഡസൻ ഒറ്റ കുത്തിന് കൊന്നിരിക്കുന്നത്. ഡസന്റെ ആ രീതി അയാൾ ശരിക്കും ഭയപ്പെടുത്തിയിരിക്കുകയാണ്. ഡസൻ നെൽസൺ അടുത്തേക്ക് വിളിച്ചു, ഏയ് നെൽസൺ, ഇങ്ങ് വാ, നീ ഇതൊന്നും കണ്ട് ഭയക്കണ്ട, നീ ആൾ നല്ലവനാണെന്ന് എനിക്ക് ഒറ്റ നോട്ടത്തിൽ തോന്നിയിരുന്നു. അതുകൊണ്ടാണ് നീ വിളിച്ചപ്പോൾ നിന്നോടൊപ്പം കൂടാന്ന് ഞാൻ സമ്മതിച്ചത്. നെൽസൺ, ഇന്നു മുതൽ എൻ്റെ ഗാങ്ങിന്റെയും ഹെഡ് നീയാണ്. നെൽസൺ ഫ്രോസ്റ്റിനെ ഞെട്ടിപ്പിച്ചൊരു പ്രഖ്യാപനമാണ് ഡസൻ റൈസ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഫ്ലെയിം ഡ്രാഗൺ ഗ്രൂപ്പിൽ അനവധി ഡിവിഷൻസ് ഉണ്ട്. എല്ലാ ഡിവിഷനുകളെയും മേയ്ക്കേണ്ട ചുമതല ഇനി നെൽസൺ ഫ്രോസ്റ്റിനാണ്. റോബർട്ട് ഹാൾ ഇരുന്ന അതേ പോസ്റ്റിലേക്ക് നെൽസൺ ഫ്രോസ്റ്റ് വരികയാണ്. നെൽസന് മുകളിൽ ഒരു നേതാവായിട്ട് ഡസൻ ഉണ്ടാകുമെന്ന് മാത്രം. നെൽസൺ ശരിക്കും സന്തോഷം കൊണ്ട് കരഞ്ഞു പോവുകയാണ്. നെൽസനോടായി ഡസൻ പറഞ്ഞു, ഈ ബോഡി എന്ത് ചെയ്യണമെന്ന് അറിയാലോ? നെൽസൺ അതറിയാം. ഒരു തെളിവും അവശേഷിപ്പിക്കാത്ത ശൈലിയിൽ ആ ബോഡി അവിടെ നിന്ന് റിമൂവ് ചെയ്തിരിക്കണം. അവിടെ ആ പ്രൈവറ്റ് മുറിയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായ കാര്യം ആരും അറിയാനേ പാടില്ല. അതാണ് ഡസൻ പറഞ്ഞതിന്റെ അർത്ഥം. ഡസൻ വീട്ടിൽ മടങ്ങിയെത്തുമ്പോൾ അബിഗൽ ഓടി ഡസൻ അടുത്തെത്തി. ഡസൻ അടുത്തേക്ക് ഓടി വന്നുകൊണ്ട് അബിഗൽ ഉറക്കെ ഡസനോട് പറഞ്ഞു, ഞാൻ നേടി,
നീ നേടിയെന്നോ? എന്ത് നേടിയെന്ന്? ഡസൻ, ഞാൻ ജയിച്ചു. നീ ജയിച്ചെന്നോ? നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഡസൻ, ഇന്നലെ ഡസൻ എന്നെ പഠിപ്പിച്ചില്ലേ ആ പാഠങ്ങൾ? ആ പാഠം എല്ലാം ഞാൻ പഠിപ്പിച്ചു. അബീഗൽ റോബിൻസന്റെ ആ വാചകം കേട്ട ഡസ്റ്റിൻ വളരെ അമ്പരപ്പോടുകൂടി അബിഗലിനെ ഒന്ന് നോക്കി. അതിനുശേഷം ഡസ്റ്റിൻ അബിഗലിന്റെ കയ്യിലൊന്ന് പിടിച്ചു. ശരിക്കും ആ അമ്പരപ്പ് ഒന്നുകൂടി ഇങ്ങ് വലുതാവുകയാണ്. അവളുടെ ശരീരത്തിനകത്ത് ഇപ്പോ ഇന്റേണൽ എനർജി ഉണ്ട്. ഇന്റേണൽ എനർജി ജനറേറ്റ് ചെയ്യാൻ അവൾ പഠിച്ചിരിക്കുന്നു. ഡസ്റ്റിനെ ആ വാർത്ത ശരിക്കും അങ്ങ് അമ്പരപ്പിച്ചിരിക്കുകയാണ്. ഡസ്റ്റിൻ അമ്പരപ്പോടുകൂടി അബിഗലിന്റെ മുഖത്ത് നോക്കുന്നുണ്ടതും അബിഗൽ ഡസ്റ്റിനോട് ചോദിച്ചു, മിസ്റ്റർ ഡസ്റ്റിന് എന്തു പറ്റി? അബിഗൽ, ഇതെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്താ ഡസ്റ്റിൻ അങ്ങനെ ചോദിച്ചേ? അബിഗൽ, ഇന്റേണൽ എനർജി ഒരാൾ ജനറേറ്റ് ചെയ്യാൻ മിടുക്കരായ ഒരു മാർഷൽ ആർട്ടിസ്റ്റിന് കുറഞ്ഞത് 1 വർഷത്തെ പരിശ്രമങ്ങളും വേണ്ടി വരും. ഡസ്റ്റിൻ എന്താ പറഞ്ഞേ? അതെ അബിഗൽ, ശരിക്കും മിടുക്കരായ മാർഷൽ ആർട്ടിസ്റ്റുകൾ 1 വർഷം മെനക്കെട്ടാൽ മാത്രമാണ് ഇന്റേണൽ എനർജി ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ പഠിക്കുന്നത്. നീ അത് ഒരു രാത്രി കൊണ്ട് പഠിച്ചിരിക്കുകയാണ്. അതൊരു വല്ലാത്ത കാര്യമാണ്. ലക്ഷത്തിൽ ഒരാൾക്ക് മാത്രം സാധ്യമാകുന്ന കാര്യമാണ്. നീ ഒരു പ്രൊഡിജിയാണ്. നീ ഒരു ജീനിയസാണ്. നീ അക്ഷരാർത്ഥത്തിൽ ഒരു പ്രതിഭയാണ്. ഡസൻ റയസ് അവളൊരു പ്രതിഭയാണെന്ന് പറഞ്ഞത് കേട്ടപ്പോ അബിഗലിന്റെ മുഖം ഇങ്ങനെ വിടർന്നു വരികയാണ്. ഡസൻ, ഞാനൊരു പ്രതിഭയാണോ? അതെ അബിഗൽ, നീ ഒരു പ്രതിഭയാണ്. ഡസൻ, അങ്ങനെ ഡസൻ സന്തോഷിക്കാമല്ലോ. എന്തിന്? ഡസനല്ലേ ഇനി എന്നെ പഠിപ്പിക്കാൻ പോകുന്നത്? ഒരു പ്രതിഭയെ പഠിപ്പിക്കുന്നതിൽ ഡസന് ശരിക്കും അഹങ്കരിച്ചൂടെ? നോക്കി ഡസൻ, എന്നെ പോലും പ്രതിഭയെ പഠിപ്പിക്കാൻ ആരായാലും മുന്നോട്ട് വരും. ഡസന് എന്തൊരു ഭാഗ്യവും കിട്ടിയിരിക്കുന്നത്. അബിഗൽ ഒരു പ്രതിഭയാണെന്ന് സ്വയം അറിഞ്ഞപ്പോ അവൾ സ്വയം ഒന്ന് പൊങ്ങിപ്പോവുകയാണ്. അവൾ അങ്ങനെ ഡസ്റ്റിനോട് പറഞ്ഞപ്പോ ഡസ്റ്റിൻ ഒന്ന് ചിരിച്ചു. ഏയ് അബിഗൽ, അങ്ങനെ അങ്ങ് അഹങ്കരിക്കുന്നു വേണ്ട. ഡസ്റ്റിൻ അത് പറഞ്ഞതും പെട്ടെന്ന് അബിഗൽ എന്തോ ആലോചിച്ചതുപോലെ ഡസ്റ്റിനോട് ചോദിച്ചു, ഡസ്റ്റിൻ എത്ര നാളും കൊണ്ടാ ഈ ഇന്റേണൽ എനർജി ജനറേറ്റ് ചെയ്യാൻ പഠിച്ചത്? അത് കേട്ടപ്പോ ഡസ്റ്റിൻ ഇങ്ങനെ വിരൽ പൊക്കി കാണിച്ചു. 3 വർഷമോ? ഡസ്റ്റിൻ, അപ്പൊ ഞാൻ എന്ത് വ്യത്യാസമാണെന്ന് നോക്കി. ഡസ്റ്റിനേക്കാൾ എത്രയോ ഉയരെയാണ്. ഏയ് അബിഗൽ, ഞാൻ 3 കാണിച്ചത് 3 വർഷമല്ല, പിന്നെ 3 മിനിറ്റ്. 3 മിനിറ്റോ? അതെ, ഞാൻ 3 മിനിറ്റ് കൊണ്ടാ പഠിച്ചത്. ഒരു രാത്രി കൊണ്ട് പഠിച്ച അബിഗൽ ഒരു പ്രതിഭയാണെങ്കിൽ 3 മിനിറ്റ് കൊണ്ട് ഇന്റേണൽ എനർജി ജനറേറ്റ് ചെയ്യാൻ പഠിച്ച ഡസൻ റയസ് എന്താണ്? അതാണ് ചോദ്യം. കഥയുടെ ഈ ഭാഗം ഞാൻ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ ഡസൻ റയസിന്റെ കഥ നിങ്ങളോട് മിൽസ്ബർഗിൽ നിന്ന് പറഞ്ഞത് BS ചന്ദ്രമോഹൻ. കമന്റുകൾ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.